രാത്രി ഏറെ വൈകി ഗ്രേസിന് ഭർത്താവ് എഡ്വേർഡിൽ നിന്ന് ഒരു വീഡിയോ കോൾ ലഭിക്കുന്നു. വീട്ടിൽ വരാൻ കഴിയുമോ എന്ന് അവൻ ചോദിക്കുന്നു. പക്ഷേ അവൾ ഇന്ന് അതിനുത്തരം നൽകുന്നില്ല. സ്ക്രീനിൽ തകരാറുണ്ടാകുമ്പോൾ മൂങ്ങ ചുവരുകളിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഉറങ്ങാൻ പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഓർഡർലി അവനെ തടസ്സപ്പെടുത്തുകയും എഡ്വേർഡ് ഫോണിനായി അവനോട് വഴക്കിടുകയും കോൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഗ്രേസ് ഉറങ്ങുമ്പോൾ വിചിത്രമായി എന്തോ അവളുടെ മുറിയിൽ നുഴഞ്ഞുകയറുകയും ടിവിയുടെ ശബ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. ശബ്ദം ഗ്രേസിനെ ഉണർത്തുകയും അവൾക്ക് മുകളിൽ ഒരു രാക്ഷസൻ തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ അവൾ നിലവിളിക്കുകയും ചെയ്യുന്നു. അവൾ ഓടി രക്ഷപ്പെട്ട് സഹായത്തിനായി നിലവിളിച്ചുകൊണ്ട് തെരുവിലെത്തുന്നു. നിർഭാഗ്യവശാൽ രാക്ഷസൻ അവളെ പിന്നിൽ നിന്ന് പിടികൂടുകയും തിരികെ അകത്തേക്ക് വലിച്ചിടുകയും ചെയ്യുന്നു. 2 മാസത്തിനു ശേഷം സാമും കുടുംബവും ബറോസ് എന്നറിയപ്പെടുന്ന ഒരു വിരമിക്കൽ കമ്മ്യൂണിറ്റിയിലെത്തുന്നു. മാനേജർ കെയ്ലി ഗ്രേസിന്റെ ഉടമസ്ഥതയുള്ള തന്റെ പുതിയ വീട് സാമിനെ കാണിക്കുന്നു. അവരുടെ ഭർത്താവ് എഡ്വേർഡ് ഡിമെൻഷ്യ ബാധിച്ച താമസക്കാർക്കുള്ള പ്രത്യേക സൗകര്യമായ മാനറിലാണ്. ബറോസിലെ ഓരോ വീട്ടിലും ഒരു AI ഉപകരണമുണ്ട്. പക്ഷേ സാം അതിനെ വെറുക്കുകയും അത് കീറുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ സാം മുഴുവൻ സ്ഥലത്തെയും വെറുക്കുന്നു. അവന്റെ ഭാര്യ അത് തിരഞ്ഞെടുത്തതായി മാറുന്നു. പക്ഷേ അവൾ മരിച്ചു. കമ്പനി അവനെ കരാറിൽ നിന്ന് ഒഴിവാക്കില്ല. കെയ്ലി സാമിനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ അവനെ പുറത്താക്കുന്നു. അദ്ദേഹത്തിന്റെ മകൾ ക്ലെയർ അദ്ദേഹത്തിന്റെ മനോഭാവത്തിന് അവനോട് നിലവിളിക്കുകയും ഒരു തർക്കം നടക്കുകയും ചെയ്യുന്നു. ക്ലെയറിന്റെ ഭർത്താവ് നീൽ അവരെ ഗാരേജിലെ ഗോൾഫ് കാർട്ട് കാണിച്ച് വ്യതിചലിപ്പിക്കുന്നു. പക്ഷേ സാമിന് താൽപ്പര്യമില്ല. കുടുംബം പോയതിനു ശേഷം മുൻവശത്തെ വാതിൽ തകർന്നതായി സാം ശ്രദ്ധിക്കുന്നു. പിറ്റേന്ന് അവൻ കമ്മ്യൂണിറ്റി സെന്ററിൽ പോയി സിഇഒയോട് തന്റെ കരാറിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് സ്പീക്കറുകളിൽ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നു. അത് സാമിന് തലകറക്കമുണ്ടാക്കുന്നു. ഭാര്യ ലില്ലിയോടൊപ്പം നൃത്തം ചെയ്തതിന്റെ ഓർമ്മ അവന്റെ മനസ്സിനെ പിടിച്ചെടുക്കുന്നു. പക്ഷേ അവൾ കടന്നുപോകുമ്പോൾ സന്തോഷം തടസ്സപ്പെടുന്നു. സാം അതിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ അവൻ തറയിൽ മുട്ടുകുത്തി നിൽക്കുന്നു. റിസപ്ഷനിസ്റ്റ് അവനെ പരിശോധിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നിട്ടും സാം അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോകുന്നു. അതേസമയം താൻ വീണ്ടും കൊള്ളയടിക്കപ്പെട്ടതായി താമസക്കാരിയായ റെനി കാവൽക്കാരോട് പറയുന്നു. അവളുടെ റോസ് ക്വാർട്സ് ബാഗ് കാണാനില്ല. ഒരു വേർപിരിയലിന്റെ ലക്ഷണങ്ങളുമൊന്നുമില്ലാത്തതിനാൽ കാവൽക്കാർ അവളെ ഗൗരവമായി എടുക്കുന്നില്ല. പ്രായമായവർ എല്ലാവരും കാര്യങ്ങൾ മറക്കുന്നുവെന്ന് അവകാശപ്പെട്ട് ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പിറ്റേന്ന് രാവിലെ ഉച്ചത്തിലുള്ള കാൾ കേട്ട് സാം വീണ്ടും ഉണരുന്നു. ഒരു എഞ്ചിനീയർ ആയതിനാൽ അവൻ പുറത്തുപോയി അത് ശരിയാക്കാൻ തീരുമാനിക്കുന്നു. അതിന് റെനി അവനോട് നന്ദി പറയാൻ ശ്രമിക്കുമ്പോൾ അവൻ നടന്നു പോകുന്നു. അതിനാൽ അവൾ അവനെ പിന്തുടരുകയും നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറയുന്നതുവരെ അവന്റെ പെരുമാറ്റമില്ലായ്മയ്ക്ക് അവനെ ശാസിക്കുകയും ചെയ്യുന്നു. ബാത്റൂമിൽ ഒരു ടാപ്പിംഗ് ശബ്ദം കേൾക്കുമ്പോൾ സാം കൈ കഴുകുന്നു. അവൻ അന്വേഷിക്കാൻ പോകുകയും എഡ്വേർഡ് ഒരു കത്തി ഉപയോഗിച്ച് ചുവരുകളിൽ തട്ടുന്നത് കണ്ടെത്തുന്നു. എഡ്വേർഡ് ഗ്രേസിനെ കുറിച്ച് ചോദിക്കുകയും ചുവരുകളിൽ ഒരു മൂങ്ങയുണ്ടെന്ന് പറയുകയും എല്ലാം തെറ്റാണെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നു. സാം അവനെ ശാന്തനാക്കാൻ ശ്രമിക്കുമ്പോൾ താൻ അവരിൽ ഒരാളാണെന്ന് എഡ്വേർഡ് പറയുകയും കത്തി ഉപയോഗിച്ച് അവനെ വെട്ടുകയും ചെയ്യുന്നു. സാം അവനെ നിരായുധീകരിക്കുന്നു. അവർ യുദ്ധം ചെയ്യാൻ തുടങ്ങുമ്പോൾ എഡ്വേർഡ് ഗ്രേസിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. താമസിയാതെ ചില നഴ്സുമാരെത്തി എഡ്വേർഡിനെ കൊണ്ടുപോകുന്നു. ഒരു ഡോക്ടർ സാമിന്റെ മുറിവ് ശ്രദ്ധിച്ചതിനു ശേഷം സെക്യൂരിറ്റി ഗാർഡ് ഹാങ്കിനെ കണ്ടുമുട്ടുന്നു. നിയമപരമായി അവരൊരു പട്ടണമല്ലാത്തതിനാലും ചെറിയ സാധനങ്ങൾ കൊണ്ട് ഷെരീഫിനെ ശല്യപ്പെടുത്താൻ അവർ ഇഷ്ടപ്പെടാത്തതിനാലും കുഴികളിൽ പോലീസുകാരില്ലെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ആക്രമിക്കപ്പെടുന്നത് ചെറുതാണെന്ന് സാം കരുതുന്നില്ല. എന്തായാലും ഷെരീഫിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഹാങ്ക് അവനെ തടയുകയും ആദ്യം സിഇഒയോട് സംസാരിക്കാൻ പറയുകയും ചെയ്യുന്നു. തുടർന്ന് സാമിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുകയും അവിടെ സിഇഒ ബ്ലെയിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. അദ്ദേഹം ക്ഷമ ചോദിക്കുകയും ഷെരീഫിനെ വിളിക്കില്ലെന്ന് സാം സമ്മതിച്ചാൽ കരാർ റദ്ദാക്കുമെന്ന് പറയുന്നു. തുടർന്ന് അവൻ അവനെ എഡ്വേർഡിനെ കാണാൻ കൊണ്ടുപോകുന്നു. അവനും സംഭവത്തിൽ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹത്തിന് മാക്സ്വെൽസ് രോഗമുണ്ടെന്ന് മാറുന്നു. ഇത് തലച്ചോർ ഉണങ്ങി മരിക്കാൻ കാരണമാകുന്നു. കുഴികൾക്ക് അവസരം നൽകാൻ ബ്ലെയിൻ സാമിനെ ബോധ്യപ്പെടുത്തുന്നു. വെള്ളിയാഴ്ച സാമിനെ സ്വാഗതം ചെയ്യാൻ അയൽക്കാർ എറിയുന്ന ഒരു ബാർബിക്യൂവിൽ സാം പങ്കെടുക്കുന്നു. തന്റെ ഭാര്യ സാമൂഹികയായതിനാലും അവൻ കൂടുതൽ അന്തർമുഖനായതിനാലും അയാൾക്ക് അസ്വസ്ഥം തോന്നുന്നു. പക്ഷേ അയാൾക്ക് നല്ല സമയം ലഭിക്കുന്നു. ഗ്രേസ് എല്ലായ്പ്പോഴും രസകരമായിരുന്നുവെന്നും എന്നിട്ടും എഡ്വേർഡ് അത്ര നല്ലവനല്ലെന്നും ജൂഡി അവനോട് പറയുന്നു. സമൂഹം പ്രായമായവരെ കുട്ടികളെ പോലെയാണ് പെരുമാറുന്നതെന്ന് ജൂഡിയുടെ ഭർത്താവ് ആർട്ട് പരാതിപ്പെടുന്നു. അവർ ഒരു വിപ്ലവം ആരംഭിക്കണമെന്ന് റെനി പറയുന്നു. അവർ ചാരനിറത്തിലുള്ള കലാപം ഉച്ചരിക്കാൻ തുടങ്ങുമ്പോൾ ലില്ലി വീണ്ടും പുറത്തുപോകുന്നു. മറ്റുള്ളവർ ജൂഡിയെ സഹായിക്കാൻ തിരക്കുകൂട്ടുമ്പോൾ അസ്വസ്ഥനായ സാം പാർട്ടി വിടുന്നു.
നിർഭാഗ്യവശാൽ നോബിന്റെ അഭാവം കാരണം അയാൾക്ക് വീട്ടിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതിനാൽ അയാൾ അപമാനിക്കാനും വാതിലിൽ അടിക്കാനും തുടങ്ങുന്നു. ജാക്ക് അവനെ പരിശോധിക്കാൻ വരുമ്പോൾ സാം പൊട്ടിക്കരയുകയും ഭാര്യ മരിച്ചുവെന്ന് പറയുകയും ചെയ്യുന്നു. ദുഃഖത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ നിന്നുള്ള ചില ഉദ്ധരണങ്ങൾ ഉപയോഗിച്ച് ജാക്ക് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ടും അവൻ ഇപ്പോഴും ഇവിടെയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവന് കുഴികളിൽ ഒരു പുതിയ ഭാവി നേടാനാകും. അതിനുശേഷം സാം ബ്ലെയിനെ വിളിക്കുകയും ഷെരീഫിനെ വിളിക്കില്ലെന്നും അദ്ദേഹം അവിടെ തന്നെ തുടരുമെന്നും ഒരു സന്ദേശം നൽകുന്നു. തുടർന്ന് അദ്ദേഹം കുറച്ച് പെട്ടികൾ കൂടി പൊതിഞ്ഞ് തകർന്ന ഡോർക്ക് നോബ് ശരിയാക്കുന്നു. അർദ്ധരാത്രിയിൽ ഒരു ബീപ്പ് കേട്ട് സാം ഉണരുന്നു. അവൻ ജാക്കിന്റെ സ്ഥലത്തേക്കുള്ള ശബ്ദത്തെ പിന്തുടർന്ന് വാതിലിൽ മുട്ടുന്നു. പക്ഷേ ആരും ഉത്തരം നൽകുന്നില്ല. സാം പിൻവാതിലിലെ ഗ്ലാസ് തകർത്ത് അകത്തേക്ക് കടന്ന് ജാക്കിന്റെ മുറിയിലേക്ക് ഓടിക്കയറുകയും ഒരു രാക്ഷസൻ അവനെ ഭക്ഷിക്കുന്നത് കണ്ടെത്തുന്നു. സാം തന്റെ ചുറ്റിക കൊണ്ട് ആക്രമിക്കാൻ തയ്യാറാകുമ്പോൾ അവൻ അബദ്ധത്തിൽ ഹെഡ്ഫോൺ കേബിളിൽ ചുവടുവെക്കുകയും അവ വിച്ഛേദിക്കുകയും ചെയ്യുന്നു. സംഗീതം ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങുന്നതിനാൽ രാക്ഷസൻ പരിഭ്രാന്തനാകുകയും ഓടിപ്പോകുന്നതിനു മുമ്പ് സാമിനെ അടിക്കുകയും ചെയ്യുന്നു. നിമിഷങ്ങൾക്കു ശേഷം ഒരു പാരാമെഡിക് സാമിനെ പരിശോധിക്കുമ്പോൾ സഹപ്രവർത്തകർ ജാക്കിന്റെ മൃതദേഹം കൊണ്ടുപോകുന്നു. ജാക്ക് ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷേ ഒരു ജീവി അവനെ കൊന്നതായി സാം അവരോട് പറയുന്നു. പാരാമെഡിക്കലുകൾ അവനെ വിശ്വസിക്കാതിരിക്കുകയും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. എന്നിരുന്നാലും താൻ സുഖമായിരിക്കുന്നുവെന്ന് സാം പറയുന്നു. പുറത്ത് ജാക്ക് മൃതദേഹവുമായി ആംബുലൻസിനെ പിന്തുടരുന്നു. ആ രാത്രി സാം ഒരു പസിൽ കഷ്ണം സ്വപ്നം കാണുന്നു. ക്ലെയറിൽ നിന്നുള്ള ഒരു കോൾ അവനെ പെട്ടെന്ന് ഉണർത്തുന്നു. അതിനാൽ അവൻ എഡ്വേർഡിന്റെ ആക്രമണത്തെക്കുറിച്ച് അവളോട് പറയുന്നു. എഡ്വേർഡ് ടാപ്പ് ചെയ്യുന്ന മതിൽ സാം പരിശോധിക്കുകയും തൂക്കിയിടുന്നതിനു മുമ്പ് അവിടെ ഒരു മൂങ്ങയുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ഇതിനിടയിൽ വാലി ഡോക്ടറെ കാണാൻ പോകുകയും തന്റെ ക്യാൻസർ കരളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ചില ബദൽ ചികിത്സകൾ പരീക്ഷിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ഒരു കൂട്ടം ഗവേഷണങ്ങൾ പങ്കിടുകയും ചെയ്യുന്നു. എന്നാൽ തന്റെ കേസിന് ചികിത്സയില്ലെന്ന് ഡോക്ടർ നിർബന്ധിക്കുന്നു. ഫിറ്റ്നസ് സെന്ററിൽ ക്വാഡ്സ് കൊണ്ട് നിർമ്മിച്ച നെഞ്ചിന്റെ പകുതി ഒരു സ്ത്രീയുടെ നെഞ്ചിൽ കാണാനില്ലെന്ന് റെനി മനസ്സിലാക്കുന്നു. നിമിഷങ്ങൾക്ക് ശേഷം റെനി ആ സ്ത്രീയെയും മറ്റൊരു കൂട്ടം അയൽക്കാരെയും സെക്യൂരിറ്റി ഗാർഡ് താൽക്കാലികമായി നിർത്തുന്നത് കാണാൻ കൊണ്ടുപോകുന്നു. അവയെല്ലാം ക്വാഡ്സ് കൊണ്ട് നിർമ്മിച്ച നഷ്ടപ്പെട്ട വസ്തുക്കളാണെന്ന് അവനെ അറിയിക്കുന്നു. തനിക്കൊരു റിപ്പോർട്ട് മാത്രമേ ഫയൽ ചെയ്യാൻ കഴിയൂ എന്നും ഇതെല്ലാം ഉപയോഗശൂന്യമായതിനാൽ അത് അദ്ദേഹത്തെ പുറത്താക്കിയേക്കാമെന്ന് പറയുന്നു. റെനി തന്നോടൊപ്പം അത്താഴം കഴിക്കാൻ സമ്മതിച്ചതിനു ശേഷം അദ്ദേഹം അത് ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. കൊട്ടാരത്തിൽ സാം എഡ്വേർഡിനെ സന്ദർശിക്കുകയും ചുവരുകളിലെ മൂങ്ങയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും അവർ ഒരുമിച്ച് ഒരു പട്ടം പറത്തുമെന്ന് വാഗ്ദാനം ചെയ്തതിനാൽ എഡ്വേർഡ് തന്റെ മരിച്ചുപോയ മകനെക്കുറിച്ച് അലറിക്കൊണ്ടിരിക്കുന്നു. സാം ഒരു തൂവാല ഒരു പട്ടത്തിലേക്ക് മടക്കുകയും അതിൽ നിന്ന് എഡ്വേർഡിനെ പുറത്തെടുക്കുകയും ചെയ്യുന്നു. താക്കോൽ വെളിച്ചത്തിലാണെന്നും മൂങ്ങ ചുവരുകളിലാണെന്നും വിശദീകരിച്ചുകൊണ്ട് താൻ ഒരിക്കൽ ഒരു മൂങ്ങയെ പിടിച്ചു പൂട്ടിയെന്ന് അദ്ദേഹം പറയുന്നു. എഡ്വേർഡ് ഇത് പലതവണ ആവർത്തിക്കുമ്പോൾ ഒരു നഴ്സ് അവനെ വലിച്ചിഴയ്ക്കുന്നു. ഇതെല്ലാം ബ്ലെയിൻ കാണുന്നു. അതിനിടയിൽ ചില സുഹൃത്തുക്കളോടൊപ്പം തനിക്കൊരു ഗോൾഫ് ഗെയിം ഉണ്ടെന്ന് അവകാശപ്പെട്ട് ആർട്ട് ബറോസ് വിടുന്നു. എന്നിരുന്നാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു പട്ടണത്തിലെ ഒരു പഴയ വീട്ടിലേക്ക് താൻ വളർത്തുന്ന കൂൺ പരിശോധിക്കാൻ അവൻ ഡ്രൈവ് ചെയ്യുന്നു. എല്ലാം പരിപാലിക്കുമ്പോൾ ബ്രൂക്സി എന്നു പേരുള്ള ഒരു കാക്കയോട് സംസാരിക്കുകയും ജാക്കിനും ജൂഡിക്കും ഒരു ബന്ധമുണ്ടെന്ന് തനിക്കറിയാമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ജൂഡി തന്നെ ഉപേക്ഷിക്കുമെന്ന് ഭയന്നതിനാൽ അദ്ദേഹം അത് അവഗണിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ജാക്കിന്റെ മരണത്തിൽ അവളുടെ ദുഃഖം കണ്ടപ്പോൾ അവൾ അവനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആർട്ട് അത്ഭുതപ്പെടുന്നു. നിമിഷങ്ങൾക്ക് ശേഷം ബ്രൂക്സി ആർട്ടിന് ഒരു തൊപ്പി കൊണ്ടുവരികയും അഭിനയത്തെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്നു. പെട്ടെന്ന് ആർട്ട് ഭയപ്പെടുത്തുന്ന ഒരു അലർച്ച കേൾക്കുകയും ബ്രൂക്സി പരിഭ്രാന്തിയോടെ മുറിക്ക് ചുറ്റും പറക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അത് ഏതാനും തവണ തകർന്ന് മേൽക്കൂരയിലെ ഒരു ദ്വാരത്തിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും തുടർന്ന് മരിക്കുകയും ചെയ്യുന്നു. ആർട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ നൂറുകണക്കിന് പക്ഷികൾ പരിഭ്രാന്തിയോടെ പറക്കുന്നത് അദ്ദേഹം കാണുന്നു. അവൻ പുറത്തേക്ക് ഓടുന്നു. അവർ ആകാശത്തുണ്ടാക്കുന്ന രൂപങ്ങൾ കാണുന്നു. അതേസമയം താക്കോൽ കൈവശമുള്ളതിനാൽ ജൂഡി ജാക്കിന്റെ വീട്ടിലേക്ക് പോകുകയും ജാക്കിന്റെ ഷർട്ടിനെ കട്ടിലിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പ് അവളുടെ വിവാഹമോതിരം ഊരിയെടുക്കുകയും ചെയ്യുന്നു. അവൾ സാമിന്റെ ചുറ്റികയും കണ്ടെത്തുന്നു. അതിനാൽ അത് അവന് തിരികെ നൽകാൻ അവൾ തീരുമാനിക്കുന്നു. ജാക്ക് മരിക്കുമ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നോ എന്ന് ജൂഡി സാമിനോട് ചോദിക്കുകയും രാക്ഷസനെ പരാമർശിക്കാതെ താൻ സമാധാനപ്പെട്ടു മരിച്ചുവെന്ന് സാം അവൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. അതിനുശേഷം എഡ്വേർഡ് സൂചിപ്പിച്ച സൂചനകൾക്കായി ജാക്ക് വീട്ടിലെ എല്ലാ ലൈറ്റുകളും അൺസ്ക്രൂ ചെയ്യാൻ തുടങ്ങുന്നു. അവൻ ക്ലെയറിൽ നിന്ന് ഒരു കോൾ എടുക്കാത്ത വിധം ഭ്രാന്തനാണ്. മണിക്കൂറുകൾ ജോലി ചെയ്ത ശേഷം അദ്ദേഹം ജോലി ഉപേക്ഷിച്ച് കൈകൾ കഴുകുന്നു. ഇത് താൻ ബാത്റൂം ലൈറ്റുകൾ പരിശോധിച്ചിട്ടില്ലെന്ന് അവനെ മനസ്സിലാക്കുന്നു. അവൻ ഇപ്പോൾ അങ്ങനെ ചെയ്യുകയും ഒടുവിൽ ഒരു മറഞ്ഞിരിക്കുന്ന താക്കോൽ കണ്ടെത്തുകയും ചെയ്യുന്നു. താക്കോൽ ഒരു സംഭരണ യൂണിറ്റിന്റേതാണ്. അതിനാൽ സാം സംഭരണ മേഖലയിലേക്ക് പോകുകയും താക്കോലുമായി പൊരുത്തപ്പെടുന്ന നമ്പർ കണ്ടെത്തുകയും ചെയ്യുന്നു. മുറിയുടെ പിൻഭാഗത്ത് ഒരു നെഞ്ച് കാണുന്നത് വരെ അവൻ ചുറ്റും നോക്കുന്നു. ഒരു ബാറ്റ് ഉപയോഗിച്ച് പൂട്ട് തകർത്ത ശേഷം അവൻ അത് തുറക്കുകയും ഭയപ്പെടുത്തുന്ന ഒരു കണ്ണ് അവനെ അമ്പരപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഇതൊരു സ്റ്റാഫ് ചെയ്ത മൂങ്ങ മാത്രമാണ്. അന്ന് രാത്രി TV കാണുമ്പോൾ അടുക്കളയിൽ ഒരു വിചിത്രമായ വെളിച്ചം പെട്ടെന്ന് വീടിനെ കീഴടക്കുന്നത് കണ്ട് സാം ഞെട്ടിപ്പോകുന്നു. കമ്മ്യൂണിറ്റി സെന്ററിൽ ഹാങ്ക് പായുടെ ഒരു ഫയൽ നൽകുകയും ആൽബുക്കർക്കി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു സുഹൃത്തെ വിളിച്ചതായി പറയുകയും ചെയ്യുന്നു. കാലാവധിയായ
ടാഗുകളിൽ വാഹനമോടിച്ചതിന് വ്യാഴാഴ്ച അവർ ഒരാളെ വലിച്ചിഴച്ചു. കാണാതായ ക്വാഡ്സ് ഉൾപ്പെടെ എല്ലാത്തരം സാധനങ്ങളും അയാളുടെ തുമ്പിക്കൈയിലുണ്ടായിരുന്നു. അതിപ്പോൾ തെളിവായതിനാൽ അവർക്കത് തിരികെ നൽകാൻ കഴിയില്ല. ആ ഫയൽ റെനിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുകയും ഹാങ്കിന്റെ കഥ പങ്കിടുകയും ചെയ്യുന്നു. എന്നിരുന്നാലും താൻ ആൽബുക്കർക്കിയെ വിളിച്ചതിനാൽ ഇത് നുണയാണെന്നും ക്വാഡ്സ് ഒന്നും കണ്ടെത്തിയില്ലെന്ന് അവർ തന്നോട് പറഞ്ഞതായും അദ്ദേഹം പറയുന്നു. രഹസ്യമായി ഒരുമിച്ച് അന്വേഷിക്കാൻ അവർ സമ്മതിക്കുകയും പാ ഒരു നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ജോലി ചെയ്യുമ്പോൾ അവർ ചാറ്റ് ചെയ്യുകയും ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ആ രാത്രി ജാക്കിനൊരു സ്മാരകം സംഘടിപ്പിക്കുന്നു. റെനിയും വാലിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ പ്രകോപിതയായ ജൂഡിക്ക് അവരെ നിശബ്ദരാക്കേണ്ടി വന്നു. ഒടുവിൽ സാം എത്തി വാലിയോട് സംസാരിക്കേണ്ടതുണ്ടെന്ന് പറയുകയും ജൂഡി അവരെ നോക്കി കരയുകയും ചെയ്യുന്നു. എല്ലാവരും അവളെ തുറച്ചു നോക്കുന്നതിനാൽ അവൾ പോകാൻ തീരുമാനിക്കുന്നു. സാം തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ തന്റെ സ്വപ്നത്തിലെ എന്ന പോലെ ഒരു പസിൽ കഷ്ണം കാണുന്നു. പക്ഷെ അവൻ കൺചിമ്മുമ്പോൾ അതില്ലാതാകുന്നു. പുറത്ത് ബ്ലെയിനിന്റെ ഭാര്യ ആനലീസുമായി ജൂഡി മുട്ടുന്നു. അവൾ നിരവധി സ്മാരകങ്ങളിൽ വരുന്നതായി സമ്മതിക്കുന്നു. അതിനുശേഷം ജൂഡി വീട്ടിലേക്ക് പോകുന്നു. അവിടെ ആർട്ട് ചത്ത പക്ഷികളെക്കുറിച്ച് അന്വേഷിക്കുന്നു. അവൻ സംഭവത്തെക്കുറിച്ച് അവളോട് പറയുന്നു. പക്ഷേ അവൾ അവനെ വിശ്വസിക്കുന്നില്ല. അവൻ വളരെയധികം കൂൺ കഴിച്ചതായി അവൾ കരുതുന്നു. തുടർന്ന് അവൾ അവളുടെ വീട്ടുമുറ്റത്തേക്ക് പോകുകയും തകർന്നു വീഴുകയും ചെയ്യുന്നു. ഇതിനിടയിൽ സാം വാലിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വാലി ഒരു ഡോക്ടർ ആയതിനാൽ ചുറ്റികയിലെ രക്തം നോക്കണമെന്ന് സാം ആഗ്രഹിക്കുന്നു. ഇത് ജാക്കിനെ കൊന്ന രാക്ഷസനിൽ നിന്നാണെന്ന് വിശദീകരിക്കുന്നു. തന്റെ കഥ തെളിയിക്കാൻ അയാൾ വാലിയെ സോഫയ്ക്ക് പിന്നിൽ ഒളിപ്പിക്കുകയും അവർ രണ്ടുപേരും കണ്ണട ധരിക്കുകയും ചെയ്യുന്നു. ഒരു സ്പൂണിൽ ടിവിയുടെ മുന്നിൽ രക്തത്തുള്ളികൾ അവശേഷിക്കുന്നു. അത് കുലുങ്ങാൻ തുടങ്ങുന്നു. പെട്ടെന്ന് രക്തം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് കുറച്ചു സെക്കൻഡുകൾ തിളങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നു. ഇത് മുറിയിൽ മനോഹരമായ ഊർജ്ജ പ്രദർശനത്തിന് കാരണമാകുന്നു. വളരെ തിളക്കമുള്ളതിനാൽ ജൂഡിയും അത് ശ്രദ്ധിക്കുന്നു. അത് പുറത്തുപോയ ശേഷം അവൾ ജനാലയിലേക്ക് ഓടിക്കയറുകയും സാമും വാലിയും ചുറ്റിക ഒരു ബാഗിൽ വയ്ക്കുന്നത് കാണുകയും ചെയ്യുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജൂഡി ജനാലയിലൂടെ പുറത്തുപോയിട്ടില്ല. അയൽപക്കത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയിൽ ക്യാമ്പ് ചെയ്യാൻ കുറച്ചു ദിവസത്തേക്ക് പോകുമെന്ന് ആർട്ട് അവളോട് പറയുന്നു. പക്ഷേ അവൾ ഒരു ശ്രദ്ധയും നൽകുന്നില്ല. തെരുവിൽ വാലിയെ കാണുമ്പോൾ അവൾ അവനെ കാണാൻ തിടുക്കത്തിൽ പോകുകയും അവൻ കൊണ്ടുപോകുന്ന പെട്ടിയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു. അതിനാൽ സാമിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി സെന്ററിനായി ഒരു സയൻസ് ക്ലാസ് തയ്യാറാക്കുകയാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. താൻ ഈയിടെയായി സാമിനൊപ്പം ധാരാളം സമയം ചെലവഴിക്കുന്നുണ്ടെന്ന് ജൂഡി ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ വാലി ഒരു ഉത്തരവുമില്ലാതെ പോകുന്നു. ഇതെല്ലാം ഹാങ്ക് കാണുന്നു. സാമിന്റെ വീട്ടിൽ വെച്ച് വാലി നിഗൂഢജീവിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു യന്ത്രം നിർമ്മിക്കുന്നത് പൂർത്തിയാക്കുന്നു. ആ നിമിഷം മണി മുഴങ്ങുകയും ലില്ലിയുടെ ശേഖരത്തിൽ നിന്ന് ക്ലെയറിന് ഒരു ആൽബം ആവശ്യമാണെന്ന് വിശദീകരിക്കുന്ന നീലിനെ കണ്ടെത്താൻ സാം വാതിൽ തുറക്കുകയും ചെയ്യുന്നു. അവൾ ഇതിനകം ഫോണിൽ അഭ്യർത്ഥന നടത്തി. പക്ഷേ സാം അത് മറന്നു. അതിനാൽ താൻ ഇപ്പോഴും അത് തിരയുകയാണെന്ന് അദ്ദേഹം നീലിനോട് പറയുന്നു. സാം പെട്ടെന്ന് അവനെ പുറത്താക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ നീലിന് അവനെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അവൻ അവന് ദുഃഖത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം നൽകുകയും തന്റെ മകൾക്കും വേണ്ടി അവിടെ ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സാം അകത്തേക്ക് മടങ്ങുമ്പോൾ വാലി പരിശോധന പൂർത്തിയാക്കി രക്തം ഭൂമിയിലെ ആരുടെയും അല്ലെന്ന് സ്ഥിരീകരിക്കുന്നു. ഈ പരിശോധന അവരുടെ പക്കലുള്ള മുഴുവൻ രക്തവും ഉപയോഗിച്ചതിനാൽ മറ്റൊരു പരീക്ഷണത്തിന് അവർക്ക് കൂടുതൽ ആവശ്യമായിരുന്നു. കൂടുതൽ കണ്ടെത്താനുള്ള ഒരേയൊരു സ്ഥലം ജാക്കിന്റെ ശരീരമാണ്. അത് ഇന്ന് രാത്രി സംസ്കരിക്കുന്നതിന് മുമ്പ് അവർക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. വൈകുന്നേരം വാലിയും സാമും ഒരുമിച്ച് പോകുന്നു. അത് ജൂഡി കാണുന്നു. ഒരു യൂട്യൂബ് വീഡിയോ ഉപയോഗിച്ച് പുരുഷന്മാർ ശവസംസ്കാര ഭവനത്തിലേക്ക് കടക്കാൻ പൂട്ടെടുക്കുന്നു. ലില്ലിയുടെ പേര് കാണിക്കുന്നതിനാൽ സാം ഞെട്ടലോടെ ഒരു റീത്തിനെ തുരിച്ചു നോക്കുന്നു. പക്ഷേ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു കടക്കുന്നു. പെട്ടെന്ന് ജൂഡി അവരെ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ച് ആക്രമിക്കുന്നു. പക്ഷേ അത് വളരെ പഴക്കമുള്ളതിനാൽ ഫലമില്ല. ജാക്കിന്റെ മരണത്തിൽ അവർക്ക് പങ്കുണ്ടെന്ന് അവർ ആരോപിക്കുന്നു. ഫയർ അലാറം വലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ജാക്ക് കൊല്ലപ്പെട്ടുവെന്നും തെളിവ് ശരീരത്തിലുണ്ടെന്ന് സാം അവളോട് പറയുന്നു. അതിനാൽ നീതിക്കു വേണ്ടി അവരോടൊപ്പം നിൽക്കാൻ അവർ സമ്മതിക്കുന്നു. തുടർന്ന് അവർക്ക് ജാക്കിന്റെ മൃതദേഹം ലഭിക്കുകയും വാലി പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്യുന്നു. ജാക്കിന്റെ തലച്ചോറിലേക്ക് നയിക്കുന്ന തൊണ്ടയുടെ പിൻഭാഗത്തെ പഞ്ചർ മുറിവുകൾ മാത്രമാണ് അദ്ദേഹം അസാധാരണമായി കണ്ടെത്തുന്നത്. പുരുഷന്മാർ രാക്ഷസനെക്കുറിച്ച് പറയുമ്പോൾ അവർ ജാക്കിന്റെ വീട്ടിൽ രാത്രി ചിലവഴിച്ചതിനാൽ അവർ പരിഭ്രാന്തയാകുന്നു. അതിനാൽ അവർക്കും ബാധിച്ചേക്കാം. ഇത് സാമിനെ ആശങ്കപ്പെടുത്തുന്നു. കാരണം രാക്ഷസൻ അവന്റെ വീട്ടിലുണ്ടായിരുന്നു. വാലി അവരുടെ വായ പരിശോധിക്കുകയും ഇരുവർക്കും ഒരേ അടയാളങ്ങളുണ്ടെന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അതിനർത്ഥം രാക്ഷസൻ എല്ലാവരെയും ഭക്ഷിക്കുന്നുവെന്ന്. അതേസമയം കമ്മ്യൂണിറ്റി സെന്ററിലെ നിരീക്ഷണ ക്യാമറകളിൽ നിന്ന് റെനിക്ക് ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നു. അതിനാൽ അവൾ പാസിനെ വിളിക്കുകയും അവർ അവിടെ കണ്ടുമുട്ടാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. താമസിയാതെ റെനി മധ്യഭാഗത്തേക്ക് ഒഴിച്ചോടുകയും എന്തോ പൊട്ടുന്നത് കേൾക്കുകയും ചെയ്യുന്നു. അതിനാൽ അവൾ സ്റ്റോറേജ് റൂം അന്വേഷിക്കുകയും നിഴലിൽ എന്തോ ഓടിപ്പോകുമ്പോൾ തറയിൽ ക്വാഡ്സ് കണ്ടെത്തുകയും ചെയ്യുന്നു. ലൈറ്റുകൾ ഓണാക്കുകയും റെനി നിലവിളിക്കുകയും ചെയ്യുന്നു. പക്ഷേ അത് പാസ് മാത്രമാണ്. തുടർന്ന് അവർ റെനിയുടെ
റെനിയുടെ വീട്ടിലേക്ക് പോയി ദൃശ്യങ്ങൾ കാണുന്നു. പക്ഷേ ആരും തള്ളാതെ സാധനങ്ങൾ വീഴുന്നത് അവർ കാണുന്നു. അവർ രാത്രി മദ്യപിച്ച് ചാറ്റിംഗിൽ ചെലവഴിക്കുകയും ഒടുവിൽ മോശമായി മാറുകയും ചെയ്യുന്നു. സ്റ്റോറേജ് റൂമിൽ ഹാങ്ക് പ്രത്യക്ഷപ്പെടുന്നത് അവർ കാണുന്നില്ല. അവൻ തകർന്ന വസ്തുക്കൾ സ്കാൻ ചെയ്യുകയും ചില അസാധാരണമായ അടയാളങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ആ നിമിഷം ശവസംസ്കാര ഭവനത്തിനുള്ളിൽ ഒരു നായയുടെ ചലനം കണ്ടതായി അറിയിക്കുന്ന ഒരു കോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നു. താമസിയാതെ സാമിന്റെ സംഘം കാൾ കേൾക്കുകയും ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുന്നു. ഹാങ്ക് അകത്തേക്ക് വരുമ്പോൾ ജാക്കിനോട് വിട പറയാൻ വന്നതായി പറയുന്ന സാമിനെ അവൻ കണ്ടെത്തുന്നു. ജൂഡിയും വാലിയും ഒരു ശവപ്പെട്ടിയിൽ ഒളിച്ചിരിക്കുമ്പോൾ ഹാങ്ക് അവനെ അറസ്റ്റ് ചെയ്യുന്നു. സാമിനെ കൊണ്ടുപോകുമ്പോൾ ലില്ലി നിരാശയോടെ തന്നെ നോക്കുന്നത് അവൻ കാണുന്നു. റെനിയുടെ വീട്ടിൽ വെച്ച് രാക്ഷസൻ ഒളിച്ചോടുകയും റെനിയുടെ വായിൽ കരിവയ്ക്കുകയും ചെയ്യുന്നു. അതേസമയം മരുഭൂമിയിൽ ആർട്ട് ഒരു ശബ്ദം കേൾക്കുകയും അതിനെ പിന്തുടർന്ന് കുലുങ്ങുന്ന വാതിലുള്ള ഒരു പഴയ ഖനി കണ്ടെത്തുകയും ചെയ്യുന്നു. അവൻ അതിനായി എത്തുമ്പോൾ അവൻ അവന്റെ കൈ മുറിക്കുന്നു. പക്ഷെ അവൻ അപ്പോഴും അകത്തേക്ക് പോകുന്നു. തുരങ്കത്തിന്റെ അറ്റത്ത് അദ്ദേഹം മനോഹരമായ ഒരു മരം കണ്ടെത്തുന്നു. കല അതിന്റെ ഫലങ്ങളിൽ നിന്ന് കുറച്ചെടുക്കുകയും അതിന്റെ തിളങ്ങുന്ന പൊടി അദ്ദേഹത്തിന്റെ കൈയിലെ മുറിവ് സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ അവൻ അത് കടിക്കുന്നു. പിറ്റേന്ന് രാവിലെ ആർട്ട് ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തുന്നു. ക്ലർക്ക് സംസാരിക്കുമ്പോൾ അത് വളരെ ഉച്ചത്തിലായതിനാൽ അദ്ദേഹത്തിന് തന്റെ ശ്രവണ സഹായം നീക്കം ചെയ്യേണ്ടി വരും. അയാൾ കുളിമുറിയിൽ പോകുകയും കണ്ണട അഴിച്ചുകളയുകയും ചെയ്യുന്നു. ആ ഫലം അവന്റെ എല്ലാ വേദനകളും സുഖപ്പെടുത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ ആർട്ട് കുറച്ചു ലഘുഭക്ഷണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷേ പെട്ടെന്നൊരു സായുധരായ കവർച്ചക്കാരൻ അവനെ തള്ളുന്നു. അവൻ അവനെ കാരണം കാണിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ വ്യക്തി അവനെ അവഗണിക്കുന്നു. ആർട്ട് അവനെ ആക്രമിക്കാൻ തീരുമാനിക്കുകയും ഏതാനും നീക്കങ്ങളിലൂടെ അവൻ മോഷ്ടാവിനെ താഴെ ഇറക്കുകയും ചെയ്യുന്നു. കമ്മ്യൂണിറ്റി സെന്ററിൽ താൻ അറസ്റ്റിലാണെന്ന് ബ്ലെയിൻ സാമിനോട് പറയുന്നു. എന്നിരുന്നാലും അവൻ പുതിയ ആളായതിനാൽ അവനെക്കുറിച്ച് ആശങ്കാകുലനാണ്. പക്ഷേ ഇതിനകം തന്നെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തോ ജാക്കിനെ കൊന്നുവെന്ന് സാം വിശ്വസിക്കുന്നുവെന്നും ചില പരിശോധനകൾ നടത്താൻ അയാൾ സ്വയം കൊട്ടാരത്തിൽ പരിശോധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും അയാൾക്കറിയാം. സാം വിസമ്മതിച്ചതിനാൽ തനിക്ക് പോകാമെന്ന് ബ്ലെയിൻ അവനോട് പറയുന്നു. എന്നാൽ ആദ്യം സാമിന്റെ സന്ദർശനത്തിന് ശേഷമുള്ള രാത്രിയിൽ എഡ്വേർഡ് മരിച്ചുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. എഡ്വേർഡ് രാക്ഷസന്മാരെ കാണുന്നതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. കഥ അവസാനിക്കാൻ ഒരു വഴിയേയുള്ളൂവെന്ന് ബ്ലെയിൻ പറയുന്നു. അതിനുശേഷം സാം ജൂഡിയുമായും വാലിയുമായും വീണ്ടും ഒന്നിക്കുകയും ബ്ലെയിനുമായുള്ള സംഭാഷണത്തെക്കുറിച്ച് അവരോട് പറയുകയും ചെയ്യുന്നു. ജൂഡി ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ബ്ലെയിൻ എഡ്വേർഡിനെ കൊന്നുവെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു ഭീഷണിയാണെന്നും സാം വിശ്വസിക്കുന്നു. രഹസ്യമായി രാക്ഷസനെ കണ്ടെത്തി കൊല്ലണമെന്ന് സംഘം സമ്മതിക്കുന്നു. ഈ ജീവി മനുഷ്യരുടെ മസ്തിഷ്ക ദ്രാവകം കുടിക്കുന്നു. ഇത് മസ്തിഷ്ക വൈകല്യങ്ങൾക്ക് കാരണമാകുമെന്ന് വാലി സിദ്ധാന്തിക്കുന്നു. എഡ്വേർഡിന്റെ അസുഖം രാക്ഷസൻ മൂലമാണെന്ന് സാം മനസ്സിലാക്കുന്നു. ചില ബെറ്റുകൾ സൃഷ്ടിക്കാൻ അവർക്ക് ആ ദ്രാവകം ആവശ്യമാണ്. അതിനാൽ വാലി ഒരു സാമ്പിൾ എടുക്കാൻ സാമിന്റെ തൊണ്ടയിലെ മുറിവുകളിൽ ഒരു സൂചി ചേർക്കുന്നു. കെണി പൂർത്തിയാക്കാൻ അവനെ നഗരത്തിലേക്ക് കൊണ്ടുപോകാൻ സാം ജൂഡിയോട് ആവശ്യപ്പെടുന്നു. അതേസമയം കല ചെറുപ്പവും ഊർജം നിറഞ്ഞതുമായി തിരിച്ചുവരുന്നു. അവൻ ഗോൾഫ് കളിക്കുന്നു, നൃത്തം ചെയ്യുന്നു, കുളത്തിൽ നീന്തുന്നു. ഒടുവിൽ അവൻ വീട്ടിലേക്ക് പോകുമ്പോൾ ജൂഡി അടുത്തില്ലെങ്കിലും അലമാരയിൽ ജാക്കിന്റെ ഷർട്ട് അവൻ കണ്ടെത്തുന്നു. ഇത് മറക്കാൻ അവൻ മദ്യപിക്കാൻ ബാറിൽ പോകുകയും ആനലിസിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. അതിനാൽ അവൻ ജൂഡിക്ക് സംഭവിച്ച കാര്യങ്ങൾ പങ്കിടുന്നു. അവളെ ശിക്ഷിക്കണമെന്ന് ആനലിസ് പറയുന്നു. പക്ഷേ അത് വളരെ കൂടുതലാണെന്ന് ആർട്ട് കരുതുന്നു. പെട്ടെന്ന് ആർട്ടിന് അസുഖം അനുഭവപ്പെടാൻ തുടങ്ങുകയും അവന്റെ മുടി വെളുത്തുപോകുകയും ചെയ്യുന്നു. ടോയ്ലറ്റിൽ എറിയാനായി അയാൾ കുളിമുറിയിലേക്ക് ഓടുന്നു. പിന്നെ അവൻ പഴത്തിന്റെ കുഴിയിൽ നിന്ന് പുറത്തെടുത്ത് അതിൽ കടിച്ചെടുക്കുന്നു. എന്നിരുന്നാലും അവൻ ഇപ്പോഴും തകർന്നു വീഴുന്നു. അന്നലിസ് വരുമ്പോൾ ആർട്ട് സഹായം ചോദിക്കുന്നു. പക്ഷേ അവൾ നോക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഉച്ച കഴിഞ്ഞ് സാമും ജൂഡിയും ക്ലെയറിന്റെ വീട്ടിലേക്കെത്തുന്നു. ഗ്യാരേജിൽ ഒരു കൂട്ടം പഴയ ടിവികളുണ്ട്. താനും ക്ലെയറും ഒരുമിച്ച് അവ ശരിയാക്കാറുണ്ടെന്ന് സാം വിശദീകരിക്കുന്നു. ടിവി ട്യൂബുകൾ രാക്ഷസന്റെ രക്തവുമായി കലർന്നതായി തോന്നുന്നു. അതിനാൽ ഒരു ആയുധം നിർമ്മിക്കാൻ അത് ഉപയോഗിക്കാമെന്ന് അദ്ദേഹം കരുതുന്നു. ജൂഡി ലില്ലിയുടെ ചില ചിത്രങ്ങൾ കണ്ടെത്തുകയും താൻ അവളെ അയൽപക്കത്ത് കണ്ടിട്ടുണ്ടെന്ന് സാം സമ്മതിക്കുകയും ചെയ്യുന്നു. അവരുടെ ചാറ്റ് ക്ലെയർ തടസ്സപ്പെടുത്തുന്നു. അതിനാൽ ജൂഡി അവരെ തനിച്ചാക്കുന്നു. അവളുടെ പിതാവ് അവളുടെ കോളുകൾ അവഗണിക്കുന്നതിനാൽ ക്ലെയർ പരിഭ്രാന്തനാകുന്നു. പക്ഷേ ചവറ്റുകുട്ടയെടുക്കാൻ സമയമുണ്ട്. അവൾ ഒരു വിശദീകരണം ചോദിക്കുമ്പോൾ തനിക്ക് അവൾക്ക് നൽകാൻ കഴിയില്ലെന്ന് അവൻ പറയുന്നു. അതിനാൽ അവർ ചെയ്തുവെന്ന് ക്ലെയർ പ്രഖ്യാപിക്കുന്നു. ജൂഡിയും സാമും കുഴികളിലേക്ക് മടങ്ങുന്നു. അവിടെ വാലി അവരുടെ പദ്ധതിക്കായി ഒരു മോഡൽ തയ്യാറാക്കുന്നത് പൂർത്തിയാക്കി. ഒരു ഹ്യൂമിഡിഫയർ മസ്തിഷ്ക ദ്രാവകം മോഡലിലൂടെ വിതരണം ചെയ്യും. അതിനാൽ രാക്ഷസൻ അത് മനുഷ്യനാണെന്ന് കരുതി ആക്രമിക്കും. ടിവിയിൽ നിന്നുള്ള കണങ്ങളെ ഒരു ബീമിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്ന ചില കാന്തങ്ങൾ സാം കൊണ്ടുവന്നിട്ടുണ്ട്. ജൂഡി സംശയാലുവായി തീരുകയും തോക്കെടുക്കാൻ പോകുകയും ചെയ്യുന്നു. അതിനിടയിൽ റെനിക്ക് മറ്റൊരു അലർട്ട് ലഭിക്കുന്നു. അതിനാൽ അവൾ ക്യാമറകൾ പരിശോധിക്കുകയും സ്റ്റോറേജ് റൂമിൽ ഹാങ്കിനെ കാണുകയും ചെയ്യുന്നു. അവൻ അവന്റെ മുഖത്തിന്റെ ഒരു ചിത്രമെടുത്ത് ഇന്റർനെറ്റിൽ തിരയുന്നു. രസകരമായ ഒരു ലേഖനം മാത്രം. പ്രത്യക്ഷത്തിൽ ഹാങ്കിനെ മിൽട്ടൺ എന്ന് വിളിക്കുന്നു. 1975 ഒരു അപകടത്തിൽ മരിച്ച ജയിൽ വാർഡനായിരുന്നു അത്. മിൽട്ടണിന് ഒരു മകനുണ്ടെന്ന് ലേഖനത്തിൽ പരാമർശിക്കുന്നു. അതിനാൽ
റെനി അവനെ കാണാൻ പോകുന്നു. ആ മനുഷ്യൻ അവളെ ചില പഴയ ചിത്രങ്ങൾ കാണിക്കുകയും താൻ അച്ഛനെ വെറുക്കുന്നുവെന്ന് വിശദീകരിക്കുന്നു. തടവുകാർ അദ്ദേഹത്തെ മിസ്റ്റർ എന്ന് വിളിച്ചിരുന്നു. ആരെയും വേദനിപ്പിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും പുഞ്ചിരിക്കാത്തതിനാൽ പുഞ്ചിരിക്കുക. പഴയ ചിത്രങ്ങളിലൊന്നിൽ ഹാങ്കും ബ്ലെയിനും ഒരേപോലെ കാണുന്നത് കണ്ട് റെനി ഞെട്ടിപ്പോകുന്നു. കമ്മ്യൂണിറ്റി സെന്ററിൽ പാ ഹാങ്കിന്റെ ഓഫീസിനുള്ളിൽ നോക്കുകയും ക്വാർട്സ് ഉള്ള ഒരു പെട്ടി കണ്ടെത്തുകയും ചെയ്യുന്നു. തുടർന്ന് ബ്ലെയിൻ ബേസ്മെന്റിൽ നിന്ന് പുറത്തു പോകുന്നത് അദ്ദേഹം കാണുന്നു. അതിനാൽ അന്വേഷിക്കാൻ അദ്ദേഹം അവിടെ പോകുന്നു. ഒരു ദുരൂഹ വാതിലിനു പിന്നിൽ കാണാതെ പോയ ഒരു കുട്ടിയെക്കുറിച്ചും സ്കാർ എന്നയാൾ സാധനങ്ങൾ മോഷ്ടിക്കുന്നതിനെക്കുറിച്ചും ഹാങ്ക് ഫോണിൽ സംസാരിക്കുന്നത് പാ കേൾക്കുന്നു. ആ നിമിഷം പായുടെ ഫോൺ റിംഗ് ചെയ്യുന്നു. അതിനാൽ അവൻ ഒളിച്ചോടാൻ ഓടുകയും അത് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. ഹാങ്ക് ശബ്ദം കേട്ട് പുറത്തേക്ക് വരുന്നു. പക്ഷേ അവൻ പായുടെ ശബ്ദം കാണാതെ മുകളിലേക്ക് പോകുന്നു. അപ്പോൾ രഹസ്യമായ വാതിലിനു പിന്നിൽ പാ പരിശോധിക്കുകയും താൻ കാണുന്നത് കണ്ട് ഞെട്ടിപ്പോകുകയും ചെയ്യുന്നു. ഹാങ്ക് ഒരു ടേസർ ഉപയോഗിച്ച് അവനെ പുറത്താക്കുകയും ചെയ്യുന്നു. അന്ന് രാത്രി സാമിന്റെ ടീം കെണി തയ്യാറാക്കുന്നു. അവരുടെ പദ്ധതി ഒരു ശബ്ദത്താൽ തടസ്സപ്പെടുന്നു. കാരണം ജൂഡി വീട് മുഴുവൻ സീൽ ചെയ്തു. ജൂഡി അന്വേഷിക്കാൻ പോകുമ്പോൾ സാം പരസ്പരം ബന്ധിപ്പിച്ച് ടിവികൾ ഓണാക്കുന്നു. നിർഭാഗ്യവശാൽ അത് ബ്രേക്കറിൽ പ്രശ്നമുണ്ടാക്കുകയും വൈദ്യുതി ഇല്ലാതാകുകയും ചെയ്യുന്നു. പക്ഷേ സാം ബാറ്ററി ബാക്കപ്പ് എടുക്കുന്നു. ആ നിമിഷം വാലി അലമാരയുടെ മുകളിൽ രാക്ഷസനെ കാണുന്നു. അതിനാൽ ടിവി ഓണാക്കാൻ സാം അവനോട് പറയുന്നു. ബാറ്ററി പ്രവർത്തിക്കാത്തതിനാൽ ജീവി മിക്കവാറും ആക്രമിക്കുന്നു. ഭാഗ്യവശാൽ ജൂഡി കൃത്യസമയത്ത് അത് ചിത്രീകരിക്കാൻ എത്തുന്നു. രാക്ഷസൻ ഓടിപ്പോകുകയും സംഘം അതിന്റെ രക്തപാത പിന്തുടർന്ന് അടുക്കളയിലേക്ക് പോകുകയും അവിടെ അടുപ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു തുരങ്കം കണ്ടെത്തുകയും ചെയ്യുന്നു. കുറച്ചു ഫ്ലാഷ് ലൈറ്റുകളും കത്തിയും പിടിച്ച ശേഷം സംഘം അടുപ്പിൽ പ്രവേശിച്ച് അയൽപ്പക്കത്തിന് കീഴെ വ്യാപിച്ചു കിടക്കുന്ന ഒരു തുരങ്ക സംവിധാനം കണ്ടെത്തുന്നു. വാസ്തവത്തിൽ ഓരോ തുരങ്കത്തിനും ഓരോ വീടിനും അനുയോജ്യമായ സംഖ്യകളുമുണ്ട്. മരുഭൂമിയിലേക്ക് പോകുന്നത് പോലെ തോന്നുന്ന ഒരു തുരങ്കത്തിൽ രാക്ഷസന്റെ രക്തപാതയും അവർ കണ്ടെത്തുന്നു. സംഘം കുറച്ചു സമയത്തേക്ക് രക്തത്തെ പിന്തുടരുന്നു. പക്ഷേ ഒടുവിൽ പാത നഷ്ടപ്പെടുന്നു. നിലത്തൊരു പസിൽ കഷണം സാം കാണുമ്പോൾ അത് വേഗത്തിൽ അപ്രത്യക്ഷമാകുന്നു. അവർ പിന്തുടരേണ്ട തുരങ്കമാണിത് എന്ന് അദ്ദേഹം സുഹൃത്തുക്കളോട് പറയുന്നു. രാവിലെ ബ്ലെയിൻ കിടത്ത ശൂന്യമായി കാണുന്നു. അവൻ ആനലിസിനെ തിരയുകയും അവളെ ഒരു ശവപ്പെട്ടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. പ്രായമായ ഒരു ആനലിസ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഇളയവൻ തകരാറിലാകുന്നു. ആ നിമിഷം ബ്ലെയിൻ ഉണരുകയും ആനലിസ് കിടക്കയിൽ സുരക്ഷിതയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഓഫീസിലേക്കുള്ള വഴിയിൽ ബ്ലെയിൻ ഒരു സ്വർണ്ണ ദ്രാവകം കുടിക്കുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലെ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും പരാതിപ്പെടുന്ന ഹാങ്കിൽ നിന്ന് അദ്ദേഹത്തിനൊരു കോൾ ലഭിക്കുന്നു. ബ്ലെയിൻ അവരുടെ കരാറിനെക്കുറിച്ച് അവനെ ഓർമ്മിപ്പിക്കുകയും അവൻ തിരക്കിലായതിനാൽ തനിക്കുള്ള ഏതു പ്രശ്നവും സ്വയം പരിഹരിക്കാൻ പറയുകയും ചെയ്യുന്നു. താൻ പാസിനെ ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകുകയാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഹാങ്ക് അതേ സ്വർണ്ണ ദ്രാവകം കുടിക്കുന്നു. ആദ്യം അവൻ പാസിന്റെ ഫോൺ എടുക്കുകയും തന്റെയും ബ്ലെയിനിന്റെയും പഴയ ചിത്രം ഉൾപ്പെടെ റെനിയിൽ നിന്ന് ഡസൻ കണക്കിന് സന്ദേശങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. ആശുപത്രിയിൽ തന്റെ കേൾവി ഉപകരണങ്ങൾ വീണ്ടും ആവശ്യമുള്ള ആർട്ടിനെ ആനലിസ് സന്ദർശിക്കുന്നു. ചെറുപ്പത്തിൽ നിന്ന് പ്രായമായതിലേക്ക് എങ്ങനെയാണ് പോയതെന്ന് ആനലിസ് അദ്ദേഹത്തോട് ചോദിക്കുകയും കുഴികളിൽ രഹസ്യ അത്ഭുതങ്ങളുണ്ടെന്ന് പരാമർശിക്കുകയും ചെയ്യുന്നു. അവൾ അവരെ കണ്ടിട്ടുണ്ട്. അവർക്ക് അവനെ സഹായിക്കാൻ കഴിയും. അവർ അമിതമായി കുടിച്ചുവെന്നും ഒന്നും പറയാനില്ലെന്നും ആർട്ട് സത്യം ചെയ്യുന്നു. ആനലിസ് പോയതിനു ശേഷം ആർട്ട് തന്റെ വസ്ത്രങ്ങൾ പരിശോധിക്കുകയും കുഴി ഇപ്പോഴും തന്റെ പോക്കറ്റിലാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. വീട്ടിൽ റെനിയെ ഹാങ്ക് സന്ദർശിക്കുന്നു. കോടതി കേസിൽ തനിക്കൊരു ഇടവേള ലഭിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു. റെനി അവനെ അയക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഹാങ്ക് വാതിൽ തള്ളുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. റെനി അവനു നേരെ ചില വസ്തുക്കൾ എറിയുന്നു. അത് ഹാങ്ക് അവളെ പിന്തുടരാൻ അവഗണിക്കുന്നു. അവൻ അവളെ പിന്നിൽ നിന്ന് പിടികൂടുകയും അവൾ പുറത്തു പോകുന്നതുവരെ അവളെ ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്നു. റെനി ഉണരുമ്പോൾ അവൾ ഇപ്പോൾ നീങ്ങുന്ന അവളുടെ കാറിന്റെ തുമ്പിക്കൈയിൽ പാസിനൊപ്പമാണ്. ഒടുവിൽ അത് നിർത്തുമ്പോൾ ഇരുവരും സഹായത്തിന് നിലവിളിക്കുന്നു. പക്ഷേ ആർക്കും അവരെ കേൾക്കാൻ കഴിയില്ല. എക്സ്ഹോസ്റ്റ് പൈപ്പിൽ നിന്ന് ട്രങ്കിലേക്കൊരു ഹോസ് ഹാങ്ക് ബന്ധിപ്പിച്ച് അതിൽ കാർബൺ മോണോക്സൈഡ് നിറയ്ക്കാൻ തുടങ്ങുന്നു. കൊട്ടാരത്തിൽ ബ്ലെയിൻ ക്ലെയറിനെ കണ്ടുമുട്ടുകയും സാം ശവസംസ്കാര ഭവനത്തിലേക്ക് അതിക്രമിച്ചു കയറുന്നതിനെക്കുറിച്ച് അവളോട് പറയുന്നു. തന്റെ പിതാവിന് ഭ്രാന്തില്ലെന്ന് ക്ലെയർ വാദിക്കുന്നു. എന്നാൽ ഡിമെൻഷ്യ ബാധിച്ച മറ്റു രോഗികളെക്കുറിച്ചുള്ള കഥകൾ ബ്ലെയിൻ പങ്കിടുകയും സാമിനോട് സംസാരിക്കാൻ അവളോട് അപേക്ഷിക്കുന്നു. തുരങ്കങ്ങളിൽ സാമിന്റെ സംഘം രാക്ഷസന്റെ രക്തമുള്ള ഒരു ദ്വാരം ചുവരിൽ കണ്ടെത്തുന്നു. അവർ അതിലൂടെ കടന്നുപോയി ഖനികളിലെത്തുന്നു. അവിടെ അവർ നിലത്ത് അലറുന്ന രാക്ഷസനെ കണ്ടെത്തുന്നു. ഗവേഷണത്തിനായി അതിനെ സഹായിക്കാൻ വാലി ആഗ്രഹിക്കുന്നുവെന്ന്, പക്ഷേ അത് കഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞ് ജൂഡി അത് തലയിൽ വെടിവെക്കുന്നു. ഈ ജീവിക്ക് ഒരു വടുണ്ടെന്നും ജാക്കിനെ കൊന്നതിനില്ലെന്നും സാം ശ്രദ്ധിക്കുന്നു. അതായത് കൂടുതൽ രാക്ഷസന്മാരുണ്ടെന്ന് അർത്ഥമാക്കുന്നു. ആ നിമിഷം അവർ തുരങ്കങ്ങളിൽ ഗർജനം കേൾക്കുന്നു. അതിനാൽ അവർ ഓടിപ്പോകണം. ചത്ത ജീവിയെക്കുറിച്ച് ലില്ലി കരയുന്നതും നിലവിളിക്കുന്നതും മറ്റുള്ളവർ അവനെ വലിച്ചിലേക്കുന്നത് കാണുമ്പോൾ സാം മരവിക്കുന്നു. അതേസമയം ആർട്ട് മരത്തിന്റെ അടുത്തേക്ക് മടങ്ങുമ്പോൾ അത് ചത്ത നിലയിൽ കാണപ്പെടുന്നു. പെട്ടെന്ന് തന്നെ ആനലിസ് വന്ന് വിശദീകരിക്കുന്നു. 40കളിൽ ഖനികൾ കുറച്ചുകാലം വിജയകരമായിരുന്നു. എന്നാൽ ചെമ്പ് മുഴുവൻ വറ്റിപ്പോയതിനെ തുടർന്ന് അവ അടച്ചു. ആനലിസും ബ്ലെയിനും ഖനി വാങ്ങി. ഇത് അവൾക്ക് എത്ര പ്രായമുണ്ടെന്ന് ആർട്ട് അത്ഭുതപ്പെടുത്തുന്നു. ആനലിസ് മറുപടി നൽകിയില്ല. എന്നാൽ അവളുടെ കണ്ണുകൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നു.
എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം പങ്കുവച്ചാൽ കൂടുതൽ പറയാമെന്ന് അവൾ വാഗ്ദാനം ചെയ്യുന്നു. അതിനാൽ ആർട്ട് അവളോട് പഴത്തെക്കുറിച്ച് പറയുകയും കുഴി കാണിക്കുകയും ചെയ്യുന്നു. ഉടൻ തന്നെ ആനലിസ് കുഴി മുഴുവൻ വിഴുങ്ങുകയും നിലത്ത് നീലദ്രാവകം എറിഞ്ഞുകൊണ്ട് കാൽമുട്ടിൽ വീഴുകയും ചെയ്യുന്നു. ആർട്ട് ഒരു പരിഹാരം കണ്ടെത്തിയെന്ന് കരുതിയതിനാൽ അവൾ നിരാശയാണ്. പക്ഷേ അത് മറ്റൊരവസാനമാണ്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ പതുക്കെ ഒരു രാക്ഷസനായി മാറുന്നു. അതിനാൽ ഭയന്നുപോയ ഒരു ആർട്ട് ഓടിപ്പോകുന്നു. ആനലിസ് അവനെ പിന്തുടരും. അവനെ ആക്രമിക്കാൻ അവനെ അടിക്കുന്നു. അതിനാൽ അവന്റെ നിലവിളികൾ സാമിന്റെ സംഘം കേൾക്കുന്നു. അവർ ശബ്ദത്തെ പിന്തുടരുകയും ആനലിസ് ആയിത്തീർന്ന രാക്ഷസനെ ജൂഡി കാണുകയും ചെയ്യുന്നു. അവൾ ഉടൻ തന്നെ അവളെ വെടിവെക്കുന്നു. ബുള്ളറ്റ് കേടുപാടുകൾ വരുത്തുന്നില്ല. പക്ഷേ ആനലിസ് അപ്പോഴും നടന്നു പോകുന്നു. അടുത്ത തവണ റെന്റ് ഉണരുമ്പോൾ അവൾ ഡ്രൈവറുടെ സീറ്റിലാണ്. ഒരു വാഹനാപകടത്തിൽ 2 കാമുകന്മാർ മരിച്ചതുപോലെ തോന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഹാങ്ക് വിശദീകരിക്കുന്നു. അവൻ എല്ലാം തയ്യാറാക്കുമ്പോൾ റെനി അവന്റെ ടേസർ മോഷ്ടിക്കുകയും വൈദ്യുതാഘാതമേൽപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഹാങ്ക് വേഗത്തിൽ സുഖം പ്രാപിക്കുകയും അവർ യുദ്ധം ആരംഭിക്കുകയും ചെയ്യുന്നു. ശബ്ദം പായയുണർത്തുകയും അവൻ തുമ്പിക്കൈയിൽ നിന്ന് ചാടുകയും ചെയ്യുന്നു. പോരാട്ടത്തിൽ റെനി കാറിന്റെ പിൻഭാഗത്തേക്ക് കയറുകയും ഹാങ്കിനെ ചവിട്ടുകയും ഗിയറുകൾ മാറ്റുകയും ചെയ്യുന്നു. കാർ മലഞ്ചെരുവിന് മുകളിലൂടെ പോകുന്നതിന് മുമ്പ് റെനി ചാടുകയും അവളെ പിടിക്കുകയും ചെയ്യുന്നു. പായും റെനിയും റോഡിലൂടെ നടക്കുമ്പോൾ സാമിന്റെ സംഘം ആർട്ടിന്റെ ട്രക്കിൽ പ്രത്യക്ഷപ്പെടുകയും അവരെ എടുക്കുന്നു. അവരൊരു റെസ്റ്റോറന്റിൽ പോകുകയും എല്ലാവരും അവരുടെ പക്കലുള്ള വിവരങ്ങൾ പങ്കിടുകയും ചെയ്യുന്നു. റെനി അവരെ പഴയ ചിത്രം കാണിക്കുകയും താഴെയുള്ള നിലയിൽ കൂടുകളിൽ ധാരാളം രാക്ഷസന്മാരെ കണ്ടതായി വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ബീച്ചുകളിലും ജീവിയുടെ രക്തത്തിലുമുള്ളതെല്ലാം ചെറുപ്പമായി തുടരാൻ ബ്ലെയിനും ആനലിസും അത് കുടിക്കുന്നുവെന്ന് അവർ നിഗമനിക്കുന്നു. കുഴികളിലേക്ക് മടങ്ങേണ്ടതില്ലെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. പക്ഷേ വാലിക്ക് അവന്റെ മരുന്ന് ആവശ്യമാണ്. അത് വീണ്ടെടുക്കാൻ പായുടെ സന്നദ്ധ പ്രവർത്തകർ ആർട്ടിന്റെ ട്രക്കിൽ പോകുന്നു. മലഞ്ചെരുവിന്റെ അടിയിൽ ആനലിസ് ഹാങ്കിനെ കണ്ടെത്തുന്നു. വൈകുന്നേരം അവൾ ഒടുവിൽ വീട്ടിലെത്തുകയും അവളുടെ നെഞ്ചിലെ വെടിയുണ്ടയുടെ മുറിവ് കണ്ട് ബ്ലെയിൻ പരിഭ്രാന്തനാകുകയും ചെയ്യുന്നു. അവൻ അവളെ സ്വർണ്ണദ്രാവകം നിറച്ചൊരു ടബിലിടുന്നു. അവൾ വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ അവൾക്ക് സുഖം തോന്നുന്നു. ഇപ്പോൾ അവൾക്ക് പ്രതികാരം വേണം. റെസ്റ്റോറന്റിൽ ആർട്ടും ജൂഡിയും ഒരു സംഭാഷണം നടത്തുന്നു. തനിക്ക് ജാക്കിനെക്കുറിച്ച് അറിയാമെന്ന് ആർട്ട് സമ്മതിക്കുകയും അവർക്ക് അവരുടെ വ്യത്യസ്ത വഴികളിലൂടെ പോകേണ്ടതുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ആ നിമിഷം ഒരു കൂട്ടം കാറുകൾ പ്രത്യക്ഷപ്പെടുകയും ബ്ലെയിൻ പുറത്തു വരികയും ചെയ്യുന്നു. പിന്നീട് നഴ്സുമാർ റെനി, സാം, ആർട്ട്, ജൂഡി എന്നിവരെ തലമറച്ചു കൊണ്ടുവരികയും ബ്ലെയിൻ വാലിയുമായി ചർച്ച നടത്തുകയും ചെയ്യുന്നു. തുടർന്ന് സംഘം അവരുടെ തല അനാവരണം ചെയ്യുകയും ബ്ലെയിൻ അവരെ വാലിയുമായി സ്വകാര്യമായി സംസാരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. പ്രത്യക്ഷത്തിൽ അവർക്ക് ഒരു കരാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രാക്ഷസന്മാരെ വേട്ടയാടുന്നത് നിർത്തുകയും ഇതിനെക്കുറിച്ച് ആരോടും പറയാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അവർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാനും കുഴികളിൽ ഒരു സാധാരണ ജീവിതം നയിക്കാനും കഴിയും. അവർ ഈ വ്യവസ്ഥകൾ ലംഘിച്ചാൽ അവർ കൊട്ടാരത്തിലെത്തും. രാക്ഷസന്മാർ ഇനി അവരെ ഭക്ഷിക്കില്ലെന്നും വാലി തനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ബ്ലെയിൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരുടെ അയൽക്കാരെ ഇപ്പോഴും ബാധിക്കുമെന്നതിനാൽ കരാറെടുക്കാൻ ഗ്രൂപ്പിന് താൽപ്പര്യമില്ല. പക്ഷേ വാലി ഇതിനകം തന്നെ അതെടുത്തിട്ടുണ്ട്. കാരണം തന്റെ അവസാന ദിവസങ്ങൾ ഒരു സെല്ലിൽ ചെലവഴിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ആരും അവരെ വിശ്വസിക്കില്ല. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ സംഘം കരാറെടുക്കുന്നു. ഇപ്പോൾ അവർ കണങ്കാലിൽ മോണിറ്ററുകളുമായാണ് ജീവിക്കുന്നത്. ഇന്റർനെറ്റ് ഇല്ല. റെനി പാസിനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം മറ്റൊരു ഉദ്യോഗസ്ഥൻ വഴിയിൽ നിൽക്കുന്നു. അവൾക്ക് ഒന്നും പറയാൻ കഴിയില്ല. അതേസമയം സാം വീണ്ടും ടെലിവിഷനുകൾ ഉപയോഗിച്ച് ഒരു കെണി നിർമ്മിക്കുന്നു. പക്ഷേ അത് പ്രവർത്തിക്കുന്നില്ല. ആ നിമിഷം അദ്ദേഹത്തിന് ക്ലെയറിൽ നിന്നൊരു കോൾ ലഭിക്കുകയും ടിവികളിലൊന്ന് പെട്ടെന്ന് നിശ്ചലമാവുകയും ചെയ്യുന്നു. അടുത്തു നോക്കാൻ സാം കോൾ അവഗണിക്കുന്നു. ലില്ലി സ്ക്രീനിൽ അടിക്കുന്നതും നിലവിളിക്കുന്നതും അമ്പരപ്പിക്കുന്നു. തുടർന്ന് അവൾ മറ്റെല്ലാ ടിവികളിലും സഹായത്തിനായി യാചിക്കുന്നതായി കാണപ്പെടുന്നു. അതിനാൽ സാം വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നു. പുറത്ത് താൻ ബോധം നഷ്ടപ്പെടുന്നതായി തോന്നുന്നുവെന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും സാം ആർട്ടിനോട് പറയുന്നു. തനിക്ക് മരുഭൂമിയെ അതിജീവിക്കാൻ കഴിയില്ലെന്ന് ആർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അതിപ്പോഴും ഭൂമിയേക്കാൾ മികച്ചതാണെന്ന് സാം പറയുന്നു. ലാബുകളിൽ ബ്ലെയിൻ വാലിയെ തന്റെ ശാസ്ത്രജ്ഞരുടെ സംഘത്തിന് പരിചയപ്പെടുത്തുന്നു. അവർ അദ്ദേഹത്തിന് സ്വർണ്ണദ്രാവകം വാഗ്ദാനം ചെയ്യുകയും ആദ്യം വാലി ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ അവർ മന്ത്രം ചൊല്ലി തുടങ്ങുകയും ഒടുവിൽ അവൻ അത് കുടിക്കുകയും ചെയ്യുന്നു. വാലി അലഞ്ഞു തിരിയുമ്പോൾ രാക്ഷസന്മാരെ കുട്ടികളായി പരാമർശിക്കുന്ന പുതിയ സുരക്ഷാ മേധാവിയുമായി അദ്ദേഹം മന്ത്രങ്ങൾ ചൊല്ലുന്നു. എന്തുകൊണ്ടാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നതെന്ന് വാലി ചോദിക്കുമ്പോൾ എല്ലാ അമ്മമാർക്കും കുട്ടികളുള്ളതെന്ന് കാവൽക്കാരൻ പറയുന്നു. വാലി കൂടുതൽ ചോദിക്കുന്നതിന് മുമ്പ് ബ്ലെയിൻ ഗാർഡിനെ അയക്കുന്നു. ഒരു പ്രത്യേക രോഗിയെ പരിപാലിക്കാൻ തന്നെ നിയമിച്ചതായി ബ്ലെയിൻ വാലിയോട് പറയുന്നു. ആ രോഗി മരിച്ചാൽ അവരെല്ലാം മരിക്കും. ബ്ലെയിൻ ഒരു പ്രത്യേക വാതിൽ തുറന്ന് അവനെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തുന്നു. പട്ടണത്തിലൂടെ നടക്കുമ്പോൾ റെനിയെ പെട്ടെന്ന് തോളിൽ പിടിക്കുന്നു. അത് ഒരു കുറ്റവാളിയാണെന്ന് കരുതി അവൾ സ്വയം പ്രതിരോധിക്കുന്നു. പക്ഷേ അത് പായുടേതു മാത്രമാണ്. അവർ ഒരു മതിലിനു പിന്നിൽ ഒളിച്ചിരിക്കുന്നു.
അവരെ ഒരുമിച്ച് കാണാൻ കഴിയില്ലെന്ന് പാ വിശദീകരിക്കുന്നു. പക്ഷേ എല്ലാവരെയും മോചിപ്പിക്കാൻ അദ്ദേഹത്തിനൊരു പദ്ധതിയുണ്ട്. 75ാം വാർഷികം ഈ വാരാന്തമാണ്, അതിനാൽ സുരക്ഷ വർദ്ധിപ്പിക്കും. റെനി മറ്റുള്ളവരോട് പറയുമെന്ന് വാഗ്ദാനം ചെയ്യുമെന്ന് പാ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ അവരുടെ കാറുകൾ, ഫോണുകൾ, വീടുകൾ എന്നിവ ബഗ് ചെയ്തിട്ടുണ്ടെന്ന് പാ അവൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതായത് അവർ പുറത്തു മാത്രം സംസാരിക്കണം. അവർക്ക് ബന്ധം നിലനിർത്താൻ അദ്ദേഹം അവൾക്ക് ഒരു റേഡിയോയും നൽകുന്നു. അതേസമയം കണങ്കാൽ മോണിറ്റർ സിഗ്നൽ നിർത്തലാക്കുന്നതിനു മുമ്പ് സാം ഒരു ഉപകരണം ഉപയോഗിക്കുന്നു. ജോലിക്ക് ശേഷം വാലി റെനിയെ കണ്ടുമുട്ടുകയും താൻ പഠിച്ച കാര്യങ്ങൾ അവളോട് പറയുകയും ചെയ്യുന്നു. 1949 ഖനികളിൽ ആഴത്തിൽ ഒരു മുട്ട കണ്ടെത്തി. ആ മുട്ടയിൽ നിന്ന് അവർ അമ്മ എന്ന് വിളിക്കുന്ന ഒരു ജീവി വിരിയുന്നു. ബ്ലെയിനും അവന്റെ ആളുകളും അമ്മയുടെ രക്തം കുടിക്കുന്നു, അവർ അമർത്യരാകാൻ. ക്രമേണ അമ്മയ്ക്ക് കുട്ടികളുണ്ടാകാൻ തുടങ്ങി. അതിനാൽ എല്ലാവർക്കും ഭക്ഷണം നൽകുന്നതിനായി ബ്ലെയിനും അന്നാലിയും കുഴികൾ സ്ഥാപിച്ചു. അമ്മയെ ലാബിലും കുട്ടികളെ തുരങ്കങ്ങളിലും പൂട്ടിയിരുന്നു. അതിനാൽ അവർക്ക് വീടുകളിൽ നുഴഞ്ഞു കയറാനും അമ്മയ്ക്ക് തിരികെ കൊണ്ടുപോകാൻ കുറച്ച് ദ്രാവകം കൊണ്ടുവരാനും കഴിയും. ബ്ലെയിനും അവന്റെ ആളുകളും അമ്മയുടെ രക്തം വിഡ്ഢിതങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നതിനാൽ വാലി നിരാശനാണ്. അതേസമയം രോഗങ്ങൾ സുഖപ്പെടുത്താൻ അത് ഉപയോഗിക്കാൻ കഴിയും. അവനും ഒരു രാക്ഷസനായി മാറുകയാണെന്ന് റെനി കരുതുന്നു. പായുടെ പദ്ധതി പരാമർശിക്കുന്നു, അതിനാൽ വാലി അവളെ പുറത്താക്കുന്നു. വൈകുന്നേരം റെനി ഒരു വിഭവം തിരികെ നൽകാൻ ജൂഡിയെ കാണാൻ പോകുന്നു. ഇത് തന്റേതല്ലെന്ന് ജൂഡി പറയുന്നു. അതിനാൽ അവരെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കാൻ റെനി ശ്രദ്ധാപൂർവം അവളുടെ പുറകിലേക്ക് വിരൽ ചൂണ്ടുന്നു. ജൂഡി വിഭവം കഴിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ ജാക്കിന്റെ വീട്ടിലേക്ക് പോകാൻ പറയുന്ന ഒരു കുറിപ്പ് അവൾ അകത്ത് കണ്ടെത്തുന്നു. അന്ന് രാത്രി ജൂഡി, പാ, റെനി എന്നിവരെ കണ്ടുമുട്ടുന്നു. വാലി മറ്റൊരു തീരുമാനമെടുത്തുവെന്നും അവൾക്ക് സാമിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അവർ അവളോട് പറയുന്നു. പാ രക്ഷപ്പെടാൻ പദ്ധതിയിടുന്നു. പക്ഷെ റെനിക്കൊരു പുതിയ ആശയമുണ്ട്. അവൾ അമ്മയെക്കുറിച്ച് അവരോട് പറയുകയും അവർ അവളെ കൊല്ലാൻ സമ്മതിക്കുന്നു. മരുഭൂമിയിൽ സാം റെസ്റ്റോറന്റിൽ എത്തുകയും ക്ലെയറെ വിളിക്കാൻ ഫോൺ കടം വാങ്ങുകയും ചെയ്യുന്നു. അവൻ രാക്ഷസന്മാരെയും ഒരു വലിയ അപകടത്തെയും പരാമർശിക്കുന്നു. അതിനാൽ അവൻ അവനെ എടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. നിമിഷങ്ങൾക്ക് ശേഷം ക്ലെയർ സാമിനെ അവളുടെ കാറിൽ കൊണ്ടുപോകുകയും യാത്രക്കിടെ താൻ സുരക്ഷിതനാണെന്ന് കരുതി അയാൾ ഉറങ്ങുകയും ചെയ്യുന്നു. എന്നിരുന്നാലും അവൻ ഉണരുമ്പോൾ ക്ലെയർ അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നും നഴ്സുമാർ അവനെ കൊണ്ടുപോയതായും അവൻ കണ്ടെത്തുന്നു. അതിനുശേഷം ക്ലെയറും നീലും സാമിന്റെ വീട്ടിലേക്ക് സാധനങ്ങൾ എടുക്കാൻ പോകുന്നു. ആർട്ട് അവരെ കാണുകയും എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അതിനാൽ സാം കൊട്ടാരത്തിലാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. സാമിനെ രക്ഷിക്കണമെന്ന് ജൂഡിയോട് രഹസ്യമായി പറയാനായി അവൻ തന്റെ വീട്ടിലേക്കും റേഡിയോയുടെ ശബ്ദത്തിലേക്കും തിരക്കിട്ടു മടങ്ങുന്നു. ലാബിൽ വാലി ഒരു കുട്ടിയെ ഒരു ട്യൂബിലൂടെ ഇഴയുന്നത് കാണുകയും മോഷ്ടിച്ച മസ്തിഷ്ക ദ്രാവകം ഒരു യന്ത്രത്തിലേക്ക് വിടുന്നതിനായി കാൽ ഒരു ദ്വാരത്തിൽ വയ്ക്കുകയും ചെയ്യുന്നു. ഇത് അമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവർ ഇപ്പോൾ ഒരു വൃദ്ധയെ പോലെ കാണപ്പെടുന്നു. വാർഷികത്തിന്റെ പ്രഭാതത്തിൽ ബ്ലെയിൻ ആനലിസ് വ്യതിചലിച്ചതായി ശ്രദ്ധിക്കുന്നു. അതിനാൽ അവളുടെ വെടിയുണ്ടയുടെ മുറിവ് സുഖപ്പെടുന്നില്ലെന്ന് അവൾ അവനെ കാണിക്കുന്നു. അമ്മ ഉടൻ മരിക്കുമെന്ന് അവൾ ആശങ്കപ്പെടുന്നു. പക്ഷേ വാലി അവളെ സുഖപ്പെടുത്തുമെന്ന് ബ്ലെയിൻ അവൾക്ക് ഉറപ്പു നൽകുന്നു. അതേസമയം സാം വളരെ തലകറങ്ങുന്നു. എഡ്വേർഡിന്റെ പഴയ മുറി തനിക്ക് നൽകിയിട്ടുണ്ടെന്ന് വാർഡൻ ടോബി അവനോട് പറയുന്നു. അവർ തന്നെ മയക്കത്തിലാക്കിയെന്നും താൻ 3 ദിവസം ഉറങ്ങുകയായിരുന്നുവെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു. അവനെ അവിടെ നിർത്താൻ കഴിയില്ലെന്ന് സാം പറയുന്നു. എന്നാൽ മകൾ പേപ്പറുകളിൽ ഒപ്പിട്ടതിനാൽ അവർക്ക് കഴിയുമെന്ന് ടോബി വിശദീകരിക്കുന്നു. കോപത്തോടെ സാം അവനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അവന് അനങ്ങാൻ കഴിയില്ല. അവർ തന്നിൽ നിന്ന് ഒരു പിൻഡു മുഴുവൻ മസ്തിഷ്ക ദ്രാവകം വേർതിരിച്ചെടുത്തതായി ടോബി വെളിപ്പെടുത്തുന്നു. ഡൗൺടൗണിലെ പാസ് വാർഷിക പാർട്ടിയിൽ തനിക്ക് ആവശ്യമുണ്ടെന്ന് നുണ പറഞ്ഞ് റെനിയുടെ വീട് കാണുന്ന ഉദ്യോഗസ്ഥരെ ആശ്വസിപ്പിക്കുന്നു. തുടർന്ന് റെനി, ജൂഡി, ആർട്ട് എന്നിവർ പാസിന്റെ വാനിൽ കയറുകയും താൻ സിസ്റ്റം അടച്ചുപൂട്ടുകയാണെന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം അവരുടെ മോണിറ്ററുകൾ മുറിച്ചുമാറ്റുകയും ചെയ്യുന്നു. ആരെങ്കിലും ഉടൻ തന്നെ ശ്രദ്ധിക്കും, അതിനാൽ അവർ വേഗത്തിൽ പ്രവർത്തിക്കണം. ലാബിൽ അമ്മയുടെ പരിശോധനകൾ നല്ല ഫലങ്ങൾ കാണിക്കുന്നില്ല. അവർക്ക് വളരെയധികം മസ്തിഷ്ക ദ്രാവകം നൽകുകയും അവളെ മനുഷ്യയാക്കുകയും ചെയ്തുവെന്ന് വാലി കരുതുന്നു. ഡോക്ടർ മൻസൂർ വിശദീകരിക്കുന്നു, അവർക്ക് നിർത്താൻ കഴിയില്ല, അല്ലെങ്കിൽ അവരെല്ലാം മരിക്കും. അവർ രണ്ടുപേരും കൂടുതൽ സ്വർണ്ണദ്രാവകം കുടിക്കുന്നു. അസ്ഥിമജ്ജ മാറ്റിവെക്കലിനെക്കുറിച്ച് മൻസൂർ തമാശ പറയുമ്പോൾ വാലിക്കൊരു ആശയം വരുന്നു. അവർ അമ്മയുടെ രക്തത്തിന്റെ ഒരു സാമ്പിൾ എടുത്ത് അതിൽ കുട്ടികളുടെ കുറച്ച് രക്തം ചേർക്കുന്നു. ഇത് കോശങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ കാരണമാകുന്നു. ബ്ലെയിനും ആന്നലിസും ഉടൻ തന്നെ രക്തപകർച്ച നടത്താൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കൂടുതൽ പരിശോധനകൾ നടത്താതെ ഇത് വളരെ അപകടകരമാണെന്ന് വാലിയും മൻസൂറും പറയുന്നു. സാമിന്റെ വീട്ടിൽ പിതാവിന്റെ സാധനങ്ങൾ വേഗത്തിൽ പാക്ക് ചെയ്ത് തീർക്കാൻ കേലിയോട് ആവശ്യപ്പെടുന്നു. സാം നിർമ്മിച്ച ഉപകരണത്തെക്കുറിച്ച് ക്ലെയറിന് ജിജ്ഞാസയുണ്ടാവുകയും അത് ബന്ധിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതിനാൽ എല്ലാ ടിവികളും തിളങ്ങാൻ തുടങ്ങുന്നു. ഉപകരണം ചിത്രീകരിച്ച തരംഗം കേലിക്ക് അവളുടെ ഭീമാകാരമായ രൂപം വെളിപ്പെടുത്താൻ കാരണമായി. ക്ലെയർ വേഗം അത് ഓഫ് ചെയ്യുകയും കേലി വീണ്ടും സാധാരണക്കാരിയായി കാണപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് അവൾക്കറിയില്ല. അവൾക്ക് സുഖമില്ലാത്തതിനാൽ അവൾ അവിടെ നിന്ന് പോകുന്നു.
വാർഷിക പാർട്ടിയിൽ എഡ്വേർഡിനെ സന്ദർശിച്ചതിനാൽ ഒരു രോഗി സാമിനെ തിരിച്ചറിയുന്നു. ഡച്ചസ് എങ്ങനെയെന്ന് തന്നോട് പറഞ്ഞതിനാൽ എഡ്വേർഡ് എല്ലായ്പ്പോഴും രക്ഷപ്പെടാറുണ്ടെന്ന് അവർ പറയുന്നു. അവനെ ആ സ്ത്രീക്ക് പരിചയപ്പെടുത്താൻ സാം അവളെ ബോധ്യപ്പെടുത്തുന്നു. അതിനാൽ അവർ കിടപ്പുമുറിയിലേക്ക് പോകുന്നു. ഡച്ചസ് ഒന്നിനോടും പ്രതികരിക്കാത്ത ഒരു വൃദ്ധയായ സ്ത്രീയായി മാറുന്നു. മറ്റേ രോഗി അവളെ അതിൽ നിന്ന് പുറത്തെടുക്കാൻ അവർക്ക് ഒരു സിഗരറ്റ് ആവശ്യമാണെന്ന് വിശദീകരിക്കുന്നു. അത് ടോബിയുടെ മേശയിൽ കാണാം. ഒരു ശ്രദ്ധ വ്യതിചലിപ്പിക്കാൻ സാം കാരോക്കെ വേദിയിലേക്ക് പോകുകയും ലില്ലിയുടെ പ്രിയപ്പെട്ട ഗാനം ആലപിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. താമസിയാതെ മറ്റു രോഗികളും ഒപ്പം പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. നഴ്സുമാർ അവരെ ശാന്തരാക്കുന്നതിൽ പരാജയപ്പെടുന്നു. അതിനാൽ ടോബി ഒരു അലാറം സജീവമാക്കുകയും ചെയ്യുന്നു. സാം വേഗത്തിൽ ഓഫീസിലേക്ക് നുഴഞ്ഞു കയറുകയും ചില മയക്കക്കുത്തിവയ്ക്കുകളുള്ള സിഗരറ്റുകൾ ഫ്രിഡ്ജിൽ കണ്ടെത്തുകയും ചെയ്യുന്നു. ടോബി മടങ്ങിയെത്തുമ്പോൾ സാം അവനെ നേരിടുകയും ഉറങ്ങുകയും ചെയ്യുന്നു. കൊട്ടാരത്തിന് പുറത്ത് സാമിനെ സുഹൃത്തുക്കൾ രോഗികളെ പോലെ വസ്ത്രം ധരിക്കുന്നു. പാസ് റെനിക്കൊരു ഇയർ പീസ് നൽകുന്നു. അപ്പോൾ പാസ് റിസപ്ഷൻ ഡെസ്കിനെ സമീപിക്കുകയും തന്റെ താമസക്കാരിൽ ഒരാളുടെ മേൽ താൻ ഓടിച്ചെന്ന് ജീവനക്കാരോട് പറയുകയും ചെയ്യുന്നു. ആദ്യം അവർ അവനെ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ നിമിഷം തന്നെ ആർട്ട് ഭ്രാന്തനെന്ന് നടിച്ച് വാതിലിൽ ഇടിക്കാൻ തുടങ്ങുന്നു. ജീവനക്കാർ ആർട്ടിനെ പിന്തുടരുമ്പോൾ റെനിക്കും ജൂഡിക്കും അകത്തേക്ക് വരാൻ പാസ് കമ്പ്യൂട്ടർ ഏറ്റെടുക്കുകയും പിൻവാതിൽ തുറക്കുകയും ചെയ്യുന്നു. അതേസമയം സാം സിഗരറ്റുകൾ ഡച്ചസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അവൾ പുകവലിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവൾ പ്രതികരിക്കുന്നു. അമ്മ അവനോട് അവനെക്കുറിച്ച് എല്ലാം പറഞ്ഞതിനാൽ തനിക്ക് സാമിനെ അറിയാമെന്ന് ഡച്ചസ് പറയുന്നു. ലില്ലിയെക്കുറിച്ചുള്ള സാമിന്റെ ദർശനങ്ങൾ വിശദീകരിക്കുന്ന അവരുടെ ഭൂതകാലത്തിൽ നിന്നുള്ള ആളുകളുടെ രൂപത്തിൽ അമ്മ എല്ലാവർക്കുമായി പ്രത്യക്ഷപ്പെടുന്നു. അമ്മ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയും സഹായം ചോദിക്കാൻ ആ ദർശനങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് അവർ വെളിപ്പെടുത്തുന്നു. രാക്ഷസന്മാർ ജാക്കിനെ കൊന്നതായി സാം പരാമർശിക്കുന്നു. എന്നാൽ ഇതൊരു അപകടമാണെന്നും എല്ലാവരെയും സഹായിക്കാനുള്ള ഏക മാർഗം അമ്മയെയും രക്ഷിക്കുകയാണെന്നും ഡച്ചസ് അവനോട് പറയുന്നു. വിനോദമുറിയിലെ ബസ് സ്റ്റോപ്പ് ഒരു അലങ്കാരമല്ലെന്നും അവൻ അവിടെ 5:15 ഉണ്ടായിരിക്കണമെന്നും ഡച്ചസ് അവനോട് പറയുന്നു. അതേസമയം സാം 157 മുറിയിലാണെന്ന് പാസ് സ്ത്രീകളോട് പറയുന്നു. അതിനാൽ അവർ അവിടേക്ക് പോകുന്നു. പക്ഷേ അവർ അത് ശൂന്യമായി കാണുന്നു. ആ നിമിഷം ക്ലെയർ റിസപ്ഷനിൽ പ്രത്യക്ഷപ്പെടുകയും സാമിനെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നു. പാസ് അവൾ ആരാണെന്ന് അറിയാത്തതിനാൽ അവൻ അവളെ അവഗണിക്കുന്നു. 5:15 ഒരു നഴ്സിനെ കടന്നുപോകാൻ പിൻവാതിൽ തുറക്കുന്നു. അതിനാൽ അത് അടയ്ക്കുന്നതിന് തൊട്ടു മുൻപ് പുറത്താകാൻ സാം ഓടുന്നു. ജൂഡിയും റെനിയും അവനെ കാണുകയും അവനെ പിന്തുടരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ വാതിൽ വീണ്ടും പൂട്ടിയിരിക്കുകയാണ്. തുടർന്ന് അവർ കാഫറ്റീരിയയിലേക്ക് പോകുകയും റെനി ഒരു പരിചാരകനെ വ്യതിചലിപ്പിക്കുമ്പോൾ ജൂഡി അവളുടെ കീ കാർഡ് മോഷ്ടിക്കുന്നു. ബ്ലെയിൻ മൻസൂറിനെ കൊന്നതായി ലാബിൽ വെച്ച് വാലി കണ്ടെത്തുന്നു. വാലി മൻസൂറിന്റെ ചുമതലകൾ ഏറ്റെടുക്കുമെന്നും നാളെ മുതൽ കുട്ടികളുടെ ഭക്ഷണം വർദ്ധിപ്പിക്കണമെന്നും അമ്മയെ രക്തപകർച്ചയ്ക്ക് തയ്യാറാക്കണമെന്നും ബ്ലെയിൻ പ്രഖ്യാപിക്കുന്നു. ഇത് താമസക്കാരെ കൊല്ലുമെന്ന് വാലി ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ യഥാർത്ഥ കഷ്ടപ്പാടുകൾ തനിക്കറിയില്ലെന്ന് ബ്ലെയിൻ പറയുന്നു. ഭാര്യയ്ക്ക് പോളിയോ ഉണ്ടായിരുന്നു. പക്ഷേ അവളുടെ കൈകാലും ഒഴിഞ്ഞു. ബ്ലെയിൻ അവളെ വീണ്ടും അതിലൂടെ കടന്നുപോകാൻ വിസമ്മതിച്ചു. അമ്മയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മോണിറ്റർ പെട്ടെന്നൊരു അലാറം ട്രിഗർ ചെയ്യുന്നു. സാമും ഡച്ചസും അമ്മയുടെ നിലവിളി കേൾക്കുകയും ലില്ലിയുടെ രൂപത്തിൽ അവളെ വീണ്ടും വലിയ വേദനയോടെ കാണുമ്പോൾ സാം തകർന്നു വീഴുകയും ചെയ്യുന്നു. ഒടുവിൽ അത് നിർത്തുമ്പോൾ സ്വർണത്തിൽ തിളങ്ങുന്ന കണ്ണുകളുള്ള ടോബി സാമിനെ കണ്ടെത്തുന്നു. ടോബി സാമിനെ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റെനി ഒരു തീ കെടുത്തുന്ന ഉപകരണം ഉപയോഗിച്ച് തലയിലടിക്കുന്നു. അവളും ജൂഡിയും സാമിനെ നടക്കാനും പായുടെ നിർദ്ദേശങ്ങൾ ചോദിക്കാനും സഹായിക്കുന്നു. പക്ഷേ ആ നിമിഷം കെട്ടിടം അടച്ചുപൂട്ടാൻ തുടങ്ങുന്നു. പാ റേഡിയോ ഉപയോഗിച്ച് ആർട്ടിനെ വിളിക്കുന്നു. അവൻ കുടുങ്ങിപ്പോയി. അതിനാൽ ആർട്ട് ഡ്രൈവർ ആയിരിക്കണം. അവൻ സാമിന്റെ പേര് പരാമർശിക്കുന്നത് ക്ലെയർ കേൾക്കുകയും അവൻ അവളുടെ അച്ഛനാണെന്ന് അവനോട് പറയുകയും ചെയ്യുന്നു. ഗ്ലാസ് മതിൽ തകർക്കാൻ പാ ശ്രമിക്കുമ്പോൾ അത് തകർക്കാനാവാത്തതാണെന്ന് ക്ലെയർ ചൂണ്ടിക്കാണിക്കുകയും ആദ്യം തുളച്ചു കയറാനുള്ള ഒരു ഉപകരണം പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. വാതിൽ പൂട്ടുന്നതിനു മുമ്പ് സാമിന്റെ സംഘം കെട്ടിടത്തിൽ നിന്ന് പുറത്തു കടക്കുന്നു. ഗ്ലാസ് തകർക്കുമ്പോൾ ക്ലെയറും പായും ഒരേ സമയം പുറത്തുവരുന്നു. മോഷ്ടിച്ച അലക്കുവണ്ടിയിൽ ആർട്ട് അവരെ എടുക്കുകയും അവരെല്ലാം കുഴികളിൽ നിന്ന് പുറത്തു പോകുകയും ചെയ്യുന്നു. യാത്രയ്ക്കിടെ അമ്മയെ കൊല്ലുകയല്ല, രക്ഷിക്കണമെന്ന് സാം പ്രഖ്യാപിക്കുന്നു. ആ നിമിഷം റെനിക്ക് വാലിയിൽ നിന്നൊരു കോൾ ലഭിക്കുകയും അവൻ തട്ടിക്കൊണ്ടുപോയ അമ്മയാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. കമ്മ്യൂണിറ്റി സെന്ററിൽ അവർക്കായി കാത്തിരിക്കാൻ റെനി അവനോട് തടയുകയും ചെയ്യുന്നു. ആർട്ട് വാൻ തിരിക്കുകയും ചെയ്യുന്നു. അമ്മയെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ലാബിൽ വച്ച് ബ്ലെയിൻ അനിലീസ് ഒന്നിലധികം തവണ അടിക്കുന്നു. അവൻ അവളെ കണ്ടെത്തുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ അതിനിടയിൽ കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ അവർ പ്രത്യക്ഷപ്പെടണം. കമ്മ്യൂണിറ്റി സെന്ററിൽ പാർട്ടിക്കായി കുടുംബങ്ങൾ അവരുടെ മുത്തശ്ശിമാരെ സന്ദർശിക്കുന്നു. അമ്മയെ വസ്ത്രം ധരിപ്പിക്കാൻ വാലി ചില വസ്ത്രങ്ങൾ മോഷ്ടിക്കുന്നു. ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു കാവൽക്കാരൻ വാലിയെ തടയുമ്പോൾ അമ്മ 2 അധിക ഭീമാകാരമായ കൈകളാൽ ചില കുട്ടികളെ നോക്കുന്നു.
കുട്ടികൾ നിലവിളിക്കുകയും ഭയന്ന് ഓടിപ്പോകുകയും ചെയ്യുന്നതിനാൽ വാലി ഉടൻ തന്നെ അമ്മയെ കൊണ്ടുപോകുന്നു. കാവൽക്കാരന് സംശയം തോന്നുകയും ബ്ലെയിനിനെ വിളിക്കുകയും ചെയ്യുന്നു. ടീം ഒരു ഇരുണ്ട മുറിയിൽ കാത്തിരിക്കുമ്പോൾ സാം മനസ്സിൽ അമ്മയുടെ ശബ്ദം കേൾക്കുന്നു. ആ നിമിഷം വാലി അമ്മയെ കൊണ്ടുവരികയും അവളെ എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് സംഘം തർക്കിക്കാൻ തുടങ്ങുന്നു. രോഗങ്ങൾ ഭേദമാക്കാൻ അവളെ ഉപയോഗിക്കണമെന്ന് രോഷാകുലനായ വാലി നിർബന്ധിക്കുന്നു. അമ്മയുടെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കുന്നതിലൂടെ സാം അവളുമായി ആശയവിനിമയം നടത്തുകയും അവൾ തന്റെ അവസാനത്തെ നേരിടാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവളുടെ കുട്ടികൾ ഇതിനകം തന്നെ അവൾ ജനിച്ച ഗുഹ ഈ നിമിഷത്തിനായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാലി അവളെ വിടാൻ വിസമ്മതിക്കുകയും തനിക്ക് മരിക്കാൻ ആഗ്രഹിക്കില്ലെന്ന് പറയുകയും ചെയ്യുന്നതിനാൽ ഒരു വൃദ്ധയെ പീഡിപ്പിക്കുന്നതിന്റെ വിലയിൽ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് റെനി ചൂണ്ടിക്കാണിക്കുന്നു. അവൻ പൊട്ടിക്കടയുമ്പോൾ അവൾ പറഞ്ഞത് ശരിയാണെന്ന് വാലി അംഗീകരിക്കുന്നു. എല്ലാ എക്സിറ്റുകളും തടഞ്ഞതിനാൽ ഗുഹയിലേക്കുള്ള അവരുടെ ഏക മാർഗം തുരങ്കങ്ങളിലൂടെയാണ്. ബ്ലെയിനും അദ്ദേഹത്തിന്റെ ആളുകളും വരുന്നത് കേൾക്കാൻ മാത്രമാണ് സംഘം കേന്ദ്രത്തിന്റെ അടുക്കളയിലേക്ക് ഓടുന്നത്. മറ്റുള്ളവർ പോകുമ്പോൾ അവരെ വ്യതിചലിപ്പിക്കാൻ ജൂഡിയും ആർട്ടും സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. ദമ്പതികൾ അവരെ തെറ്റായ മുറിയിലേക്ക് അയക്കാൻ ഒരു റേഡിയോ ഓണാക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു മനുഷ്യൻ എന്തായാലും അവരെ കണ്ടെത്തുന്നു. ബ്ലെയിൻ അവരെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ജൂഡിയും ആർട്ടും ഒരു വാക്കുപോലും പറയില്ല. പെട്ടെന്ന് അനിലീസ് ജൂഡിയെ കുത്തുന്നു. ആർട്ട് കരുണയ്ക്കായി യാചിക്കുന്നു. അടുപ്പ് കീറിയതായി ശ്രദ്ധിച്ച ബ്ലെയിനിന്റെ ഒരു സുഹൃത്ത് അവരെ തടസ്സപ്പെടുത്തുന്നു. അമ്മയെ ഗുഹയിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് ബ്ലെയിൻ മനസ്സിലാക്കുകയും അനിലീസ് ജൂഡിയിൽ നിന്ന് കത്തി നീക്കം ചെയ്യുന്നു. തുരങ്കങ്ങളിൽ അമ്മ താഴത്തെ നിലയിൽ തന്റെ കുട്ടികളെ കേൾക്കുന്നു. സാം അവരെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് അവളുടെ ശബ്ദങ്ങൾ വിവർത്തനം ചെയ്യുന്നു. മറ്റുള്ളവർ ഗുഹയിലേക്ക് പോകുമ്പോൾ അവരെ മോചിപ്പിക്കാനും മറ്റൊരു തുരങ്കമെടുക്കാനും റെനിയും പാസും സമ്മതിക്കുന്നു. കൂടുകളെ നിയന്ത്രിക്കുന്ന സുരക്ഷാ പാനൽ സജീവമാക്കാൻ ഒരു താക്കോൽ ആവശ്യമാണെന്ന് ബേസ്മെന്റിൽ റെനിയും പാസും ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് അവരൊരു ശബ്ദം കേൾക്കുകയും വളരെ വികൃതനായ ഹാങ്കിനെ കണ്ട് ഞെട്ടുകയും ചെയ്യുന്നു. അവൻ വീണ്ടും സുന്ദരനായി കാണപ്പെടുന്നതുവരെ ബ്ലെയിൻ അവനെ അവിടെ നിർത്തുന്നതിനാൽ അവൻ ദേഷ്യപ്പെടുന്നു. അതിനാൽ പ്രതികാരം ചെയ്യാൻ അവരെ സഹായിക്കാൻ റെനി അവനെ ബോധ്യപ്പെടുത്തുന്നു. ഹാങ്ക് അവർക്ക് താക്കോൽ നൽകുകയും പാസ് എല്ലാ കൂടുകളും തുറക്കാൻ മുന്നോട്ടു പോകുകയും ചെയ്യുന്നു. അണ്ടർഗ്രൗണ്ട് ബാറുകൾ വഴി തടയാൻ താഴേക്ക് സ്ലൈഡ് ചെയ്യുന്നു. ഇത് ഗ്രൂപ്പിനെ മറ്റൊരു തുരങ്കത്തിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിതരാക്കുന്നു. ഒടുവിൽ അവർ സാമിന്റെ വീട്ടിലേക്ക് പോകുകയും ഉപകരണം പ്രവർത്തിക്കുന്നുവെന്ന് ക്ലെയർ അവരോട് പറയുകയും ചെയ്യുന്നു. തനിക്കൊരു പദ്ധതിയുണ്ടെന്ന് ടിവികൾ നീക്കാൻ സഹായിക്കാൻ സാം ക്ലെയറോടും വാലിയോടും ആവശ്യപ്പെടുന്നു. ഒടുവിൽ ബ്ലെയിനും അനിലീസ് അവരുടെ സംഘത്തോടെത്തുകയും എല്ലാ ടിവികളും അടുക്കി വെച്ചിരിക്കുന്ന ഗാരേജിന്റെ വാതിൽ വാലി തുറക്കുകയും ചെയ്യുന്നു. സാമും ക്ലെയറും ഉപകരണം ഓണാക്കുകയും ശക്തമായ ബീം ഉടൻ തന്നെ ബ്ലെയിനിനും അനിലീസിനും കേടുപാടുകൾ വരുത്താൻ തുടങ്ങുകയും ചെയ്യുന്നു. അവരെ സഹായിക്കാൻ സെക്യൂരിറ്റി ചാടുമ്പോൾ കേലി ഓടിപ്പോകുന്നു. പക്ഷേ അവൻ തൽക്ഷണം വിഘടിക്കുന്നു. ഇത് ബാക്കിയുള്ള ക്രൂവിനെയും ഓടാൻ പ്രചോദിപ്പിക്കുന്നു. ബ്ലെയിനും ആനിലിസും കൈകോർത്ത് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പരസ്പരം പറയുന്നു. ഇത് ടിവികൾ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് രക്തത്തിൽ നിന്നുള്ള അതേ മനോഹരമായ ലൈറ്റുകൾ ഒരു സെക്കൻഡ് പ്രത്യക്ഷപ്പെടാൻ കാരണമാകുന്നു. ബ്ലെയിനിന്റെ കാറിൽ ആർട്ട് സഹായം ചോദിക്കുന്നു. വാലി മുറിവ് നോക്കി ജൂഡിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സമയമില്ലെന്ന് നിഗമനം ചെയ്യുന്നു. ജൂഡിയും ആർട്ടും അവരുടെ ജീവിതത്തെക്കുറിച്ച് കുറച്ചു വാക്കുകൾ പങ്കിടുന്നു. ജൂഡി മരിക്കുമ്പോൾ ആർട്ട് തകരുന്നു. പെട്ടെന്ന് അമ്മ എഴുന്നേറ്റ് ജൂഡിയുടെ മുറിവിൽ തിളങ്ങുന്ന കൈകൊണ്ട് സ്പർശിക്കുന്നു. അത് അവളെ തൽക്ഷണം പുനരുജ്ജീവിപ്പിക്കുന്നു. അതിനുശേഷം സാം അമ്മയെ ഗോൾഫ് വണ്ടിയിൽ കൊണ്ടുപോകുന്നു. ഖനികളിൽ ബ്ലെയിനിന്റെ മൃതദേഹം നീങ്ങുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. സാം അമ്മയെ മരത്തിനരികിൽ നിർത്തുന്നു. അപ്പോൾ അമ്മ തിളങ്ങാൻ തുടങ്ങുകയും താൻ പൊട്ടിത്തെറിക്കാൻ പോകുകയാണെന്ന് അവനോട് പറയുകയും ചെയ്യുന്നു. പെട്ടെന്ന് ബ്ലെയിൻ സാമിന് പിന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഭാര്യയോട് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞ് അവനെ മർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ബ്ലെയിൻ ഒരു പാറ കൊണ്ട് സാമിനെ കൊല്ലാൻ പോകുമ്പോൾ അമ്മ കൂടുതൽ തിളങ്ങുന്നു. ബ്ലെയിൻ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സാം അവനെ പിടിച്ചു നിർത്തുകയും കുട്ടികൾ വരുന്നത് അവരൊരുമിച്ച് കാണുകയും ചെയ്യുന്നു. അമ്മയുടെ സ്ഫോടനം ഗുഹ മുഴുവൻ പിടിച്ചെടുക്കുമ്പോൾ സാം ലില്ലിയോടൊപ്പം തന്റെ വീട്ടിൽ തിരിച്ചെത്തുന്നു. എല്ലാത്തിനും നന്ദി പറയാനുള്ള അമ്മ നൽകിയ സമ്മാനമാണിതെന്ന് അവൾ അവനോട് പറയുന്നു. സാം കരയുമ്പോൾ അവർ കെട്ടിപ്പിടിക്കുകയും നൃത്തം പങ്കിടുകയും ചെയ്യുന്നു. ഒടുവിൽ ബ്ലെയിനിന്റെ പൊള്ളലേറ്റ ശരീരവുമായി സാം ഗുഹയിൽ ഉണരുന്നു. താമസിയാതെ റെനിയും പാസും അവനെ രക്ഷിക്കുകയും മരത്തിനടുത്തുള്ള അമ്മയുടെ മൃതദേഹം ഒടുവിൽ സമാധാനത്തിലെത്തുന്നത് കാണുകയും ചെയ്യുന്നു. കുറച്ചുകാലം കഴിഞ്ഞ് എല്ലാവരും സാമിന്റെ വീട്ടിൽ അത്താഴ വിരുന്ന് ആസ്വദിക്കുന്നു. ബാത്റൂമിൽ കണ്ണാടിയിൽ തന്റെ ചിത്രം തകരാറിലാകുന്നത് സാം ശ്രദ്ധിക്കുന്നില്ല. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കാനും ഉറപ്പാക്കുക.